ഇന്നലെ 13 ആയത്തുകളിലായി സൂറത്തുൽ ഖലമിൽ നിന്ന് സത്യനിഷേധികൾക്കുള്ള ദുർഗുണങ്ങൾ 10 നാം എണ്ണിപ്പറഞ്ഞിരുന്നു. അവിടെ ഒരു വിഷയം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. അത് പറഞ്ഞ് ഇന്ന് ഓതിയ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. അല്ലാഹു നമുക്കെല്ലാവർക്കും സമൃദ്ധി നൽകിയിട്ടുണ്ട്, ശാരീരികമായും കുടുംബപരമായും സാമ്പത്തികമായും. അതൊരിക്കലും ധിക്കാരം പ്രവർത്തിക്കാനോ അല്ലാഹുവിനെ മറക്കുന്ന വിഷയങ്ങളിൽ ഉപയോഗപ്പെടുത്താനോ ഉള്ളതല്ല. പരീക്ഷണ ലോകമായ ഈ ദുനിയാവിൽ നിന്ന് ജയിച്ചു കയറാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചത്. വലിയ ഒരു പരീക്ഷണമാണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്. ആ സമ്പത്ത് കൊണ്ട് പരീക്ഷണം അനുഭവിച്ച ഒരു വിഭാഗത്തിന്റെ ചരിത്രമാണ് സൂറത്തുൽ ഖലമിൽ ഇന്ന് നാം ഓതിവെച്ച 17 മുതൽ 33 വരെയുള്ള സൂക്തങ്ങളിലായി അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതോടനുബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനും ഉണ്ട്. അല്ലാഹു നൽകിയ സമ്പത്ത് അവന്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാതിരുന്നാൽ വരാവുന്ന ദുരന്തങ്ങൾ പലതും പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉദാഹരണങ്ങൾ എടുക്കാനുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടുകാരിലോ നാട്ടുകാരിലോ ഒക്കെ ഉണ്ടാകും ഉദാഹരണം പറയാൻ. അതുകൊണ്ടത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള കരുത്തും ഈമാനും നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കുകയും പരീക്ഷണ വസ്തുവായ ആ സമ്പത്തിന്റെ പുരോഗതിയിലും അതിൻ്റെ വ്യാപനത്തിലും വ്യാപൃതരായി ചതിക്കുഴികളിൽ കുടുങ്ങാതെ, ഹക്കടപാടുകൾ മറക്കാതെ, നൽകിയതിനോട് നന്ദിബോധമുള്ളവരായി അർഹമാം വിധത്തിൽ അതിനെ വിനിയോഗിച്ചുകൊണ്ട് അതിൻ്റെ ബാധ്യതകളൊക്കെ തീർക്കുന്ന നല്ലവരായി തീരണം. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും, സഹിക്കാൻ കഴിയില്ല. ഇതെല്ലാവരും എപ്പോഴും ഓർക്കേണ്ട ഒരു പാഠമാണ്. അതൊരു ചരിത്രമായിട്ട് തന്നെ അല്ലാഹു തആല നമ്മെ തെര്യപ്പെടുത്തുകയാണ്. ഇന്നലെ എണ്ണിയ 10 ദുർഗുണങ്ങളിൽ ആദ്യം എണ്ണിയത് നിങ്ങളെല്ലാവരും ശ്രവിച്ചിട്ടുണ്ടാകും, കദിബാൻ. ഫലാ തുതിഇൽ മുകദ്ദിബീൻ. കള്ളം പറയുന്നവരോട് വിധേയത്വം പുലർത്തരുത്. കളവ് വിശ്വാസിക്ക് ഒരു നിലക്കും ചേരാത്ത ഒരു സ്വഭാവമാണ്. ഈമാനും കദിബും തമ്മിൽ നോക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ അകന്നു നിൽക്കേണ്ട ഒരു വലിയ മഹാമാരിയാണ് കദിബ്. കള്ളം പറയുക എന്നത് വിശ്വാസിയുടെ ലക്ഷണത്തിൽ ഒരു നിലക്കും വരുന്നില്ല. ചില ദുർഗുണങ്ങളൊക്കെ സമ്മർദ്ദം മൂലമോ പൈശാചികമോ ആയി വിശ്വാസികളിൽ നിന്ന് വന്നാൽ പോലും കളവ് വരാതെ സൂക്ഷിക്കണം എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അയസിരിഖുൽ മുഅ്മിൻ, വിശ്വാസി മോഷണം നടത്തുമോ നബിയെ? മുഅ്മിനായ മനുഷ്യൻ കളവ് നടത്തുമോ, മോഷണം നടത്തുമോ? ഇത് നടത്താനുള്ള പെർമിഷൻ അല്ല കേട്ടോ, അങ്ങനെ ആരും കരുതരുത്. അങ്ങനെയൊക്കെ മനുഷ്യന്മാർ കരുതാൻ സാധ്യതയുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. തങ്ങൾ പറഞ്ഞൊരു പക്ഷെ അങ്ങനെ സംഭവിച്ചേക്കും, ഉണ്ടാകാം. എന്തെങ്കിലും ചാബല്യങ്ങൾ മുഖേന ഉണ്ടാകണം എന്നോ ഉണ്ടായേ പറ്റൂ എന്നൊന്നുമില്ല, ഉണ്ടാകാം. ഏതെങ്കിലും ഒരു ചാബല്യം കൊണ്ട് അങ്ങനെ വന്നുപോയേക്കാം. തൗബ കൊണ്ടോ കർമ്മങ്ങളെ കൊണ്ടൊക്കെ അല്ലാഹു തആല അത് മാപ്പ് കൊടുത്തേക്കും. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം, അയസിനിൽ മുഅ്മിൻ, കുറച്ചുകൂടി ഡിഗ്രി കൂടിയതാണ്.
സിനിൽ മുഅ്മിൻ, ശിക്ഷ നോക്കുമ്പോഴും അങ്ങനെ തന്നെ. സിനിൽ മുഅ്മിൻ, അറുവഷളത്തരമാണല്ലോ. മുഅ്മിൻ അവിഹിതമായി വീഴ്ച നടത്തുമോ? വിശ്വാസി അവിഹിത വീഴ്ച നടത്തുമോ? തങ്ങൾ പറഞ്ഞൊരു പക്ഷേ അങ്ങനെയും സംഭവിച്ചേക്കാം. തൗബ കൊണ്ടോ മറ്റൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തേക്കും. ലാഘവത്തോടെ കാണാനല്ല, ഹദീസിൽ അങ്ങനെ വന്നപ്പോ അങ്ങനെ പറഞ്ഞ. മൂന്നാമത്തെ ചോദ്യം അയക്ദിബുൽ മുഅ്മിൻ. ഇത് രണ്ടും ചോദിച്ച കൂട്ടത്തിൽ തന്നെ മുഅ്മിൻ കളവ് പറയുമോ? ഖാല ലാ, ഇല്ല. മറ്റേത് രണ്ടും സംഭവിച്ചേക്കാം സാധ്യതകൾ പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കളവിനെ പറഞ്ഞത് ലാ, ഇല്ല. ഇന്നഹു ലാ യക്ദിബുൽ മുഅ്മിൻ, മുഅ്മിൻ കളവ് പറയുകയില്ല. കളവിൽ നിന്ന് ബഹുദൂരം മാറി നിൽക്കേണ്ടവരാണ് നമ്മൾ. ഞാൻ എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ, ഒരിക്കലും കളവാകുന്ന ഒരു വിഷയം നമ്മെ പിന്തുടർന്ന് പഠിക്കുന്ന ആളുകൾക്ക് അഥവാ മക്കൾ പേരമക്കൾക്ക് നമ്മിൽ നിന്ന് പകർത്താനുണ്ടാകരുത്. എന്താ അങ്ങനെ പറഞ്ഞത്? അതേറ്റവും പെട്ടെന്ന് പഠിക്കും അവർ. പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പഠിക്കും. നമ്മൾ കരുതിയിട്ടും കൂടി ഉണ്ടാവില്ല അവരത് പഠിച്ചു എന്നുള്ളത്. ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. അങ്ങാടിയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു വരാൻ ഒരു മിടുക്കനായ കുട്ടിയെ പറഞ്ഞയച്ചു. ബാപ്പ അല്ലെങ്കിൽ ഉമ്മ ഒരു 10-200 രൂപക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു വരാണ്ട്. അതൊക്കെ ഒരു പാക്കറ്റിലാക്കി ആ കുട്ടി കൊണ്ടുവന്നു. എത്രയായി കാശ്? സ്വാഭാവികമായും ചോദിക്കും, എത്രയായി കാശ്? അപ്പൊ ആ കുട്ടി പറഞ്ഞു, കാശൊന്നും കൊടുത്തിട്ടില്ലെന്നോ. അതല്ല മോനെ, നീ കട്ടെടുത്ത് കൊണ്ടുവന്നതാ? അല്ല, നല്ല തിരക്കായിരുന്നു. അപ്പൊ ഓരോരുത്തരും പാത്രം എടുത്ത് ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ തൂക്കിയെടുക്കുന്നുണ്ട്. അതിന് സൗകര്യമുള്ള ഒരു കടയാണെന്ന് കരുതിക്കോളൂ. ഇപ്പോഴൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ഞാനും അങ്ങനെ തൂക്കിയെടുത്തു. ബില്ല് ചെയ്താൻ വേണ്ടി കുറച്ചു നേരം ഞാൻ അങ്ങനെ കാത്തു നിന്നു. ആരും എന്നെ ശ്രദ്ധിക്കുന്ന കണ്ടില്ല. ഞാനിങ്ങ് പോന്നു. ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇത് പറയുമ്പോ നീ നല്ല മിടുക്കനാണല്ലോ എന്ന് പറഞ്ഞ് പുറത്തു കൊട്ടിയാൽ അതിൻ്റെ അർത്ഥം നീ ഭാവിയിൽ മഹാകള്ളനാകുമെന്നാണ്. അവനാ കൊടുക്കുന്ന സപ്പോർട്ട്, അവനാ കൊടുക്കുന്ന സർട്ടിഫൈ അതിന്റെ ഒരു ഭാഗമാണ്. ഒരിക്കലും ആ വസ്തുക്കൾ ഉപയോഗിക്കാൻ കൂട്ടാക്കാതെ ആ കുട്ടിയെ മടക്കി വിട്ട് ശരിക്ക് കൃത്യമായി ഫോൺ ചെയ്ത് അന്വേഷിച്ച് ബില്ലടച്ച് ആ ചെയ്ത കൃത്യത്തിന് പൊരുത്തപ്പിടിച്ച ശേഷമാണ് ഒരു തക്കാളി പോലും മുറിക്കാൻ പാടുള്ളൂ. കാരണം ഈ ചെയ്തത് ചെറുതല്ല, കടുങ്കൈയാണ്. ആ കുട്ടിയാ വന്ന് പറയുന്ന വാക്ക്, ആ വാക്കിൽ ഒരു നിലക്കും സത്യമല്ലാത്തതൊന്നുമില്ല. പക്ഷെ ആ കുട്ടിയിൽ ചെറിയ ഒരു കളവങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ അത് നുള്ളിക്കളയാനുള്ള ശ്രമം വേണം. സത്യം പറഞ്ഞുകൊണ്ട് ശീലിപ്പിക്കുന്ന ഒരു ശീലം എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ഉമ്മ എന്നെ വിളിക്കുകയാണ് വീട്ടിലേക്ക്. ഞാൻ കുട്ടിയാണ്, മുറ്റത്ത് കളിക്കുക. നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ കളിയിൽ ഏർപ്പെട്ട ഒരു പക്ഷേ വരാൻ മടിക്കും. അത് സ്വാഭാവികമാണ്, അതിൽ കുറ്റപ്പെടുത്താനൊന്നുമില്ല. അത് അവരുടെ സമയമല്ലേ. പരിധി കഴിഞ്ഞും കളിക്കുന്ന ആൾക്കാർ എത്ര? പിന്നെ കുട്ടികൾ കളിച്ചാൽ പരിധിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ കളി നടക്കുന്ന. പിന്നെ കുട്ടികൾ കളിക്കുന്ന അത്ര പറയാനല്ലോ. അപ്പൊ എൻ്റെ ഉമ്മ എന്നെ വിളിക്കുന്നു. ഉമ്മ അങ്ങനെ കൈ ചുരുട്ടി പിടിച്ച്, മോനെ വാ, ഇതാ ഒന്നും പറഞ്ഞാ വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ എൻ്റെ ഉമ്മ അങ്ങനെ ചുരുട്ടി പിടിച്ച് എന്തോ എനിക്ക് തരാനൊക്കെ കരുതിയ രൂപത്തിൽ എന്നെ വിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. എൻ്റെ ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾ ആ കുട്ടിക്ക് വല്ലതും കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണോ കൈ ഇങ്ങനെ ചുരുട്ടിയത്? അതല്ല, കുട്ടി പെട്ടെന്നൊന്ന് വന്നു കിട്ടാനാണോ? അപ്പൊ ആ ഉമ്മ അങ്ങനെ കൈ തുറന്ന് കാണിച്ചു കൊടുത്തു. ഒരു ചുള കാരക്ക ഉണ്ടായിരുന്നു. അത് ഇതിങ്ങനെ ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങാൻ. അല്ല അള്ളാഹുവിന്റെ റസൂലെ, തങ്ങൾ എന്തിനാ അങ്ങനെ ചോദിച്ചത്? കുട്ടി വന്ന് കിട്ടുകയും വേണം, ഒന്നും കൊടുക്കാൻ ലക്ഷ്യവുമില്ല. അങ്ങനെ ഒന്ന് ചുരുട്ടിയാൽ അതൊരു കദിബാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മൾ എന്തെല്ലാം മോഹങ്ങൾ പറഞ്ഞു വിളിക്കും. ഓടിച്ചാടി വന്നാ പറയും അത് പിന്നെ വാങ്ങിത്തരാം. ഇപ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ആ വാക്കൊക്കെ. ഞാൻ ഉദാഹരണം ഒന്നും പറയുന്നില്ല, ചിലപ്പം പലർക്കും വേദനിച്ചേക്കും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട് എന്നുള്ള പേരില ചില പലഹാരങ്ങളുടെ മധുരങ്ങളുടെ പേരൊക്കെ പറയും, ചിലതൊക്കെ ബാറുട്ടിയും പറയും. അങ്ങനെ പറയുമ്പോ ഈ കുട്ടി ഓടി വരും വലിയ മോഹത്തോടുകൂടെ. ഇവിടെ എത്തി നോക്കുമ്പോ നിരാശപ്പെട്ടു പോകും. അപ്പൊ ഇല്ലാത്ത ഒന്ന് പറഞ്ഞ്, കയ്യിലില്ലാത്ത ഒന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു കെദിബാണ്. കെദിബൊരു നിലക്കും വിശ്വാസിക്ക് ചേർന്നതല്ല, ഒരു നിലക്കും ചേരൂല. ഇന്നൽ മുഅ്മിനലായ കെദിബ്, കള്ളം പറയാൻ പാടില്ല. സിദ്ഖിന്റെ ലിസാനതെന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കളവ് അത് രണ്ട് ടീമിന്റെ ലക്ഷണമാണ്. ഒന്ന് സത്യനിഷേധികൾ, കാഫിറുകൾ. പ്രകടമായും പ്രധാനമായുള്ള ലക്ഷണം മുനാഫിഖുകളുടേതാണ്. ഇന്നൽ മുനാഫിഖീന ഹുമുൽ കാദിബൂൻ, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. സത്യം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്ന മുനാഫിഖുകളെ പറ്റി അള്ളാഹു പറയുന്നു, നബിയെ ആ പറഞ്ഞ ആ സത്യം കേട്ടിട്ട് വിശ്വസിക്കേണ്ടത് കളവാണ്. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. കപടവിശ്വാസികൾ വന്ന് പറയും, സത്യം ചെയ്ത് പറയും, നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, ഞങ്ങൾ ഉറച്ചു പറയട്ടെ, സത്യം ചെയ്ത് പറയട്ടെ, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ്. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു, അള്ളാഹുവിനത് ശരിക്കറിയാമല്ലോ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന്. അവരപ്പറഞ്ഞതിൽ തങ്ങൾ വിശ്വസിക്കണ്ട. ബാഹ്യാർത്ഥത്തിൽ അതിലൊരു കളവില്ലല്ലോ. പക്ഷേ നാവ് കൊണ്ടങ്ങനെ പറഞ്ഞു, ഉള്ളിൽ ലവലേശം അതിലൊരു സമ്മതമോ പൊരുത്തമോ ഇല്ല. അതുകൊണ്ട് വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ആ കപടന്മാർ കളവാണ് പറയുന്നത്, അവർ കള്ളം പറയുന്നവരാണ്. മുനാഫിഖിന്റെ സ്വഭാവമാണ്. ഇനി മുഅ്മിനായ മനുഷ്യൻ വിശ്വാസ രംഗത്തവനും നിഫാഖൊന്നുമില്ലെങ്കിലും കർമ്മരംഗത്തുള്ള നിഫാഖിൽ പെട്ടതാണ്. ഇദാ ഹദ്ദസ കദബ, തൊള്ള തുറന്നാൽ കള്ളം പറയും. കുട്ടിക്കാലത്ത് ഉപദേശിച്ച് നിർദ്ദേശിച്ച് കൊണ്ടുവരുമ്പോ ഒന്നങ്ങനെ ബോധ്യപ്പെട്ടാൽ അത് നുള്ളിക്കളയണം. അതില്ലാത്ത വിധം ഉപദേശിച്ച് നന്നാക്കണം. ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഡേഞ്ചർ കേസായി പരിചയപ്പെടുത്തി കൊടുക്കണം. പിന്നെയും പറയുമ്പോ പിന്നെയും ഉപദേശത്തിന് സ്ട്രോങ് കൂട്ടിയിട്ട് ആ വിഷയത്തിൽ പേടിപ്പിച്ചിട്ട് ഒരിക്കലും അങ്ങനെ പറയരുത് എന്ന വിഷയത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. കെദിബ് വിശ്വാസിക്ക് യോജിക്കൂല. എന്നാ നിങ്ങൾ നോക്കി, കെദിബാകാൻ എത്ര മതി? കെദിബാകാൻ, കളവാകാൻ, ഒരു വാക്ക് കളവാകാൻ, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതൊക്കെ പറഞ്ഞാൽ കളവാകാൻ അത്ര മതി. നിങ്ങളെവിടുന്ന? ഞാനവിടെ ചായ എടുക്കുമ്പോ കേട്ടതൊക്കെ പറയാൻ പാടില്ല. കേട്ടതിൽ നിന്ന് 100% വിശ്വസ്തനാണെന്ന് ഉറപ്പുള്ള ആളിൽ നിന്നുള്ളതേ റിപ്പോർട്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ തിരുത്തേണ്ടി വരും. തിരുത്തുമ്പോ പിന്നെ ഈ പറഞ്ഞത് പെരടിയിൽ കിടക്കും. കള്ളം പറയുന്നതിൽ ആൾക്കാർ മുൻപന്തിയിലല്ലേ? മാസങ്ങളുടെ വിഷയത്തിൽ വരെ കളവേദി വിടുന്ന ആൾക്കാരല്ലേ, പിന്നെ ബാക്കിയുള്ള എന്ത് പറയാനാ? അതൊരു മനുഷ്യനെ ബാധിക്കുന്നതല്ല, ഒരു ഗ്രാമത്തെ ബാധിക്കുന്നതല്ല, ഒരു സ്റ്റേറ്റിനെ ബാധിക്കുന്നതല്ല. അതാണ് ആഗോളതലത്തിൽ കളവ് പറയാനുള്ള ഭാഗ്യം എന്നുള്ളത്. അങ്ങനെ ഒരു കളവുണ്ട്. ഒരാൾ കള്ളം പറഞ്ഞു, ഹത്താ ബലഗൽ ആഫാഖ്, ആ കളവ് ഭൂലോകം മൊത്തം എത്തുക എന്ന ഹദീസിൽ പറയുമ്പോ നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നു, പഠിച്ചോനെ ഇതെങ്ങനെ ഒരു കളവ് ഒരാൾ പറയുമ്പോഴേക്ക് പെട്ടെന്ന് എത്തുകയാണ്. ഇന്നിപ്പോ അതിന് പ്രയാസമില്ലല്ലോ മനസ്സിലാക്കാൻ. എന്നൊരു ബട്ടൺ അമർത്തിയാൽ മതി. എത്ര സെക്കൻഡുകളൊക്കെ ഉണ്ടായി എത്തിയതെന്ന് ചോദിച്ചാൽ മതി. അത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത്. നാട്ടിലൊരു സംഭവം നടന്നു.
വസ്തുനിഷ്ഠമാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ തന്നെ പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ചെയ്യാവൂ. അല്ല, വസ്തുതക്കെതിരാണ്, നിങ്ങളത് പ്രചരിപ്പിച്ചാൽ നിങ്ങളും കള്ളം പ്രചരിപ്പിക്കുന്നവരാണ്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നതൊക്കെ പറയാനുള്ളതല്ല, വിശ്വാസമുള്ളതേ പറയാവൂ. കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ കളവാകാൻ അത്ര മതി. അതുകൊണ്ട് കള്ളം പറയരുത്. അത് വിശ്വാസിക്ക് യോജിച്ച ഒരു നിലക്കും യോജിച്ച സ്വഭാവമല്ല. രണ്ടാമത്തെ ദുർഗുണം വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ. ഹല്ലാഫ്, എന്തിനും സത്യം പറയും. ഹക്കാണ് ബാത്തിലാണ് യാതൊരു വിട്ടുവീഴ്ചയില്ല. എന്തിനും പറയാം വല്ലാഹി, എന്തും പറയാം ബലാ വല്ലാഹി. ചിലർ പറയില്ല ഓൻ വല്ലാഹി പറഞ്ഞിട്ടാ പറഞ്ഞെങ്കിൽ കരുതണം, കാരണം അതൊരു നിനക്കും വിശ്വസിക്കാൻ പറ്റൂല. എല്ലാത്തിനും അങ്ങനെ പറയും, എല്ലാറ്റിനും അങ്ങനെ സത്യം പറയാൻ പാടില്ല. കള്ള സത്യം പറയുക എന്നുള്ളത് വലിയ തെറ്റന്നല്ലേ. കളവായ കാര്യത്തിന് സത്യം പറഞ്ഞാൽ അത് വൻകുറ്റമാണ്. തൗബയില്ലാതെ അല്ലാഹു ആ ദോഷം പൊറുക്കൂല. അൽ യമീനുൽ ഗമൂസ്, കള്ള സത്യം. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തേ സത്യം ചെയ്ത്? അതങ്ങനെ പറഞ്ഞെങ്കിലേ കാര്യം ഇങ്ങനെ നടക്കുള്ളൂ. അങ്ങനൊക്കെ പറഞ്ഞെങ്കിലേ ഉസ്താദെ കാര്യം നടന്നു കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയേ പറ്റുള്ളൂ. അല്ല, അത് വസ്തുതക്കെതിരല്ലേ. അല്ലാതെ നിങ്ങളിപ്പോൾ സത്യമാണ് പറഞ്ഞാൽ അവിടെ ഇപ്പം നിങ്ങൾക്ക് മാനഹാന്യം വരുത്താനില്ലല്ലോ, ഒന്നും വരൂല. പക്ഷെ നമ്മളെ കാര്യം നടന്നു കിട്ടണമെങ്കിൽ ഇങ്ങനെ പറയേ പറ്റുള്ളൂ. അവിടെയാ നിങ്ങൾ നോക്ക്, കദിബ്, നേർക്ക് നേരെ സിദ്ഖ് പറയുന്നതിന് യാതൊരു പ്രയാസവും ഒരു തടസ്സവും ഇല്ല. തടസ്സമുള്ള മേഖലകൾ ഉണ്ട് 4-5 അതാ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ. കദിബ് പറ്റുന്ന സന്ദർഭങ്ങൾ 4-5 ഉണ്ട്. ഇതിലൊന്നും പെട്ടതല്ല. അല്ലാതെ തന്നെ കള്ള സത്യം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വസൂലാക്കുക, അതാണ് അവിടെ ലക്ഷ്യമുള്ളത്. ഒരുപക്ഷെ കള്ളസത്യം കള്ളസാക്ഷിയോടൊപ്പം വളരെ കൂടുതലായി നടക്കും. വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ. ഹല്ലാഫ് കണ്ടില്ലേ നിങ്ങൾ? സത്യത്തിലും അസത്യത്തിലും തലയിട്ടുകൊണ്ട് സത്യം ചെയ്യുക. ആ സ്വഭാവം ഉണ്ടാകരുത്, വിശ്വാസികൾക്കുണ്ടാകരുത്. കള്ളം പറയാൻ പാടില്ല. അതുപോലെ തന്നെ തോന്നിയതിനും തോന്നാത്തതിനൊക്കെ സത്യം പറയാൻ പാടില്ല. നിശ്ചിത വിഷയങ്ങൾക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്ത് വല്ലദീ നഫ്സി ബിയദിഹി എന്നത് നിശ്ചിത ചില കാര്യങ്ങൾക്ക് മാത്രമാണ് തങ്ങൾ ഉപയോഗിച്ചത്. എല്ലാറ്റിനും ഉപയോഗിച്ചിട്ടില്ല. അതത്രയും തീർച്ചപ്പെടുത്തി പറയേണ്ട വിഷയങ്ങളായതുകൊണ്ട്. മൂന്നാമത്തത് മഹീം, അഭിപ്രായം കുറഞ്ഞവൻ. എന്തിലും അഭിപ്രായം പറയാൻ പോവുക എന്നുള്ളത് ശരിയല്ല. ചിലതിലൊക്കെ മൗനം പാലിക്കലായിരിക്കും മുഅ്മിന് നല്ലത്. കാരണം അഭിപ്രായം പറഞ്ഞാൽ പലതും കേൾക്കേണ്ടി വരും. അവിടെ അഭിപ്രായം പറയാൻ പോകരുത്. എന്ത് വിഷയത്തിലും അഭിപ്രായം പറയുന്ന ആളായിരുന്നു വലീദ്. അതുകൊണ്ട് തന്നെ എന്തിലും തലയിടുന്ന സ്വഭാവമുണ്ട് ചിലർക്ക്. എല്ലാറ്റിലും തലയിടാൻ പോകരുത്. അവനവന് ആവശ്യമുണ്ടോ എങ്കിൽ മാത്രമേ അത് ചർച്ചയ്ക്ക് പോകാവൂ. അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന എല്ലാതും പേറേണ്ടി വരും. അതിന്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഇവിടെയും അനുഭവിക്കേണ്ടി വരും, അവിടെയും അനുഭവിക്കേണ്ടി വരും. ഒരു കല്യാണ വീട്ടിലോ സൽക്കാര വീട്ടിലോ 4 ആളുകൾ കൂടി ഒരു ചർച്ച നടക്കുമ്പോ, അഭിപ്രായങ്ങൾ പറയുമ്പോ നമ്മൾ അതിൽ ഭാഗവാക്കാകേണ്ടതല്ലെങ്കിൽ നമ്മൾ എണീറ്റു പോകണം. നമ്മൾ ചർച്ച അവസാനിപ്പിക്കണം. പിന്നെ അവിടെ ഇരിക്കരുത്. അവരെ കൂടെ ഒരു മിനിറ്റ് ഇരുന്നാൽ ലാസ്റ്റ് നമ്മളോടും ചോദിക്കും നിന്റെ അഭിപ്രായം എന്താണെന്ന്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വില കുറഞ്ഞ അഭിപ്രായം പാസ്സാക്കും അവിടെ. അതും ശരിയല്ല. അപ്പോ തോന്നിയതിനും തോന്നാത്തതിനും വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അള്ളാഹു അവന് പേര് വെച്ചു മഹീൻ. വില കുറഞ്ഞ അഭിപ്രായം പറയുന്ന ആള്, ചിന്തയും നിലവാരമൊക്കെ കുറഞ്ഞ ആള്. ഹമ്മാസ്. 4-മത്തത് അള്ളാഹു പറഞ്ഞു പരിഹാസം. എല്ലാരെയും പരിഹസിക്കുക, എല്ലാവരെയും പരിഹസിക്കുക, എല്ലാവരെയും കളിയാക്കുക. സഹോദരങ്ങളെ, ഒരു വികലാംഗനെ കണ്ടു എന്ന് കൂട്ടിക്കോളൂ. അവനെ കണ്ടാൽ
അവന് കേൾക്കുന്ന രൂപത്തിൽ തന്നെ ഹംദ് ചൊല്ലുന്നത് ശരിയല്ല. അതവന്റെ മനസ്സിനെ വേദനിപ്പിക്കും. അള്ളാഹു എന്നെ അങ്ങനാക്കിയില്ലല്ലോ എന്ന് കരുതിയിട്ടൊരു ഹംദ് നമ്മൾ ശുക്രിന് പറയാണ്. അവനെ കേൾക്കുന്ന വിധത്തിലാകുമ്പോ അതും ഒരു പരിഹാസത്തിലേക്ക് വരും. കാരണം അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സ്വഭാവമാണത്. ഇനി വൈകല്യത്തോടെ സംസാരിക്കുന്ന ആളെ കാണുമ്പോ അതേ സംസാരം പകർത്തിയിട്ട് ഇപ്പുറത്ത് സംസാരിക്കുമ്പോ അതും ഒരു പരിഹാസ്യമാണ്. ബാപ്പയെ ഉമ്മയെ എന്തോ ഒരു അപാകത പറഞ്ഞതിന്റെ പേരിൽ ആ വാക്കങ്ങനെ എടുത്ത് കളിയാക്കി മക്കൾ ചിരിക്കുക. നഊദു ബില്ലാഹി മിൻ ദാലിക്. പരിഹസിക്കുന്നവർക്ക് ശക്തമായ ശിക്ഷയാണ് അല്ലാഹു കൊടുക്കുന്നത്. ആഖിറത്തിൽ ചെറിയ ശിക്ഷയൊന്നല്ല മുനാഫിക്കുകൾക്ക്, കളിയാക്കുന്നവർക്ക് കൊടുക്കുന്നത്. സ്വർഗത്തിന്റെ ബാബിന്റെ അടുത്തേക്ക് അല്ലാഹു തആല വിളിപ്പിക്കും മലക്കുകളെ കൊണ്ട്. ഹദീസിൽ കാണാം, പരിഹസിക്കുന്ന ആളുകൾ സ്വർഗത്തിന്റെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുമ്പോഴേക്ക് കവാടം കൊട്ടിയടച്ചിട്ടുണ്ടാകും. ഇളിഭ്യരായി നിൽക്കും. പിന്നെയും മടങ്ങിപ്പോരും. പിന്നെയും കവാടം തുറന്നു വെച്ച് വിളിക്കും. അടുത്തേക്ക് എത്തുമ്പോഴേക്ക് കൊട്ടിയടക്കപ്പെടും. പരിഹാസത്തിന് അള്ളാഹു അവിടെ കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഒരു സൂറത്തിൽ ശിക്ഷ മുഴുവനും അള്ളാഹു പറഞ്ഞത് ഒരു ടീമിനാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദാ. വൈൽ എന്ന് പറയുന്ന ചെരു, അല്ലെങ്കിൽ വൈലുൻ സർവനാശം, ഇരു ലോകത്തുമുള്ള നാശം. ലികുല്ലി ഹുമസത്തിൻ, ജനങ്ങളെ പരിഹസിക്കുന്ന കളിയാക്കുന്ന ആളുകൾക്കാണ്. ഇന്നേ ഈ സദസ്സൊന്നല്ല, നമ്മളെ ഈ തിരുവമ്പാടിയിലോ മുക്കത്തോ ഒരു പരിഹസിക്കൽ സദസ്സുണ്ടെങ്കിൽ എത്ര ആളുണ്ടാവും അവിടെ? അതൊരു കഥാപ്രസംഗമായിട്ടാ വരുന്നെങ്കിൽ അല്ലോ കയ്യടിക്കാനും കൊട്ടിഘോഷിക്കാനൊക്കെ എത്രായിരം ആൾക്കാരാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത്. എന്ത് രസാണല്ലേ ഓരോരുത്തരിങ്ങനെ അങ്ങനെ പറഞ്ഞതും കളിയാക്കുന്നതൊക്കെ കേൾക്കാൻ. നാ പറയുന്നവർക്ക് മാത്രമൊന്നല്ല കേട്ടോ ബാധകം, കേൾക്കുന്നവർക്കുണ്ട്, കൈയടിക്കുന്നവർക്കുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ഏത് പാർട്ടി പ്രവർത്തകരായാലും എനിക്ക് കുഴപ്പമില്ല, പറയേണ്ടത് തുറന്ന് പറയും. കാരണം അങ്ങനത്തെ ഒന്നല്ല ഇസ്ലാമിന്റെ വിഷയമാണ് പറയുന്നത്. മറ്റൊരാളെ പരിഹസിച്ചാൽ ഭൗതികതയുടെ പേരിലാകട്ടെ മറ്റോ ആകട്ടെ, പരിഹാസത്തിന് തിക്ത ഫലം കിട്ടും. കളിയാക്കാൻ പാടില്ല. ബാപ്പാനൊന്ന് പരിഹസിച്ചപ്പോഴേക്ക് മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ ശിക്ഷ കൊടുത്തില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ ഹാം എന്ന് പറയുന്ന മകൻ കപ്പലിൽ ഇങ്ങനെ, നൂഹ് നബി അലൈഹിസ്സലാം 6 മാസം കപ്പലിലാണല്ലോ യാത്ര ചെയ്തത് തൂഫാൻ ഉണ്ടായപ്പോ. അപ്പൊ കാറ്റ് തട്ടിയിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഒന്ന് നീങ്ങിയിട്ട് മുട്ടിൻകാലിന്റെ മേൽഭാഗത്തുള്ള ഭാഗം ഇങ്ങനെ വെളിവായി. അപ്പൊ അത് കണ്ടിട്ട് ഈ മകൻ കണ്ടു ചിരിക്കുക. സാമു യാഫീസ് എന്ന് പറയുന്ന മറ്റു 2 മക്കൾ വന്നിട്ട് ഈ മകനോട് കാർക്കശ്യത്തോടെ സംസാരിച്ചു. എന്ത് പണിയാ നീ ചെയ്യുന്നത്? നീ അത് പെട്ടെന്ന് മറക്കല്ലേ വേണ്ടത്. അവര് വേഗം മറച്ചു, ഡ്രസ്സ് മറച്ചു, ഉറങ്ങാണല്ലോ. ഇത് കണ്ട് ഈ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളൊന്നും എത്തിയിട്ടില്ല, മുട്ടിൻകാലിന്റെ മേലുള്ള ഭാഗം വെളിവായ നോക്കി ചിരിക്കുക. അപ്പൊ ഈ ശബ്ദം കേട്ടിട്ട് നൂഹ് നബി അലൈഹിസ്സലാം എണീറ്റു. എന്താന്ന് ചോദിച്ചു. അപ്പൊ അവര് കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിന്റെ സന്താനങ്ങളെ മുഴുവനും അല്ലാഹു തആല നിറം മങ്ങിയവർ, കറുകറുത്തവർ കറുപ്പന്മാരാക്കി മാറ്റട്ടെ. നമ്മളെ നാട്ടിലൊന്നും അത്തരത്തിലുള്ള കറുപ്പന്മാരില്ല കേട്ടോ, ഇനി പേടിക്കണ്ട. അങ്ങനത്തെ ഒരു കറുത്ത വർഗം മുഴുവനും പിന്നെ ആ സന്താനത്തിന്റെ ഭാഗമായിട്ടാണ് ഖിയാമത്ത് നാൾ വരെ. ഇനിയിപ്പോ ഒരു കറുത്ത ആളെ കാണുമ്പോൾ നിങ്ങളെ ഹാമിന്റെ മോനാന്ന് പറയാൻ നിൽക്കണ്ട. നമ്മളെ നാട്ടിലല്ല അധികം ഉള്ളത്. സുഡാനികൾ, ആഫ്രിക്കക്കാർ, അതാണ് സത്യത്തിൽ കറുത്ത വർഗം എന്ന് പറഞ്ഞത്. അവരെ നിങ്ങൾ നോക്കിയാൽ ശരിക്ക് അവരാ കണ്ണുള്ളത് കൊണ്ടേ അവരെ മനസ്സിലാകുന്നുള്ളൂ എന്ന് പറയും. ആ രൂപത്തിലാണ്. അത് ഈ ഒരു പരിഹാസത്തിന് അന്ന് നൂഹ് നബി അലൈഹിസ്സലാം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോ അള്ളാഹു അതങ്ങ് കബൂലാക്കി. പിന്നെ ആ സന്താന പരമ്പര ഫുൾ അങ്ങനെ, ഇങ്ങനെ ചേഞ്ചില്ല. പരിഹസിക്കാൻ പാടില്ല. പരിഹസിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയാണ്. അവർക്ക് മാത്രം ഒരു ശിക്ഷയാണ് അള്ളാഹു പറഞ്ഞത്.
പരിഹസിക്കുക, കളിയാക്കുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക. ഹമ്മാസിൻ കഴിഞ്ഞിട്ട് മശാഇം ബിനമീം. മശാഇം ബിനമീം ഫിത്ന ഫസാദുമായിട്ട് ഓടി നടക്കുക, അത് തന്നെയാണ് ജീവിതത്തിൽ ഏർപ്പാട്. മശാഇം ബിനമീം കുഴപ്പമുണ്ടാക്കുക, തമ്മിൽ തെറ്റിക്കുക. ഒരു സ്ഥലത്ത് പറഞ്ഞത് അപ്പുറത്ത് പോയി പറയുക, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക്. കുടുംബം കലക്കുക, സൗഹൃദം കലക്കുക, കൂട്ടുകാരുടെയിൽ ഭിന്നിപ്പിക്കുക. ഈ രണ്ട് കൂട്ടർക്കുമുള്ള ശിക്ഷയാണ് സഹോദരങ്ങളെ. ലയുംബദന്ന ഫിൽ ഹുതമ. ഹുതമ എന്ന് പറയുന്ന നരകത്തിൽ അവരെ വലിച്ചെറിയപ്പെടും. വമാ അദ്റാക മൽ ഹുതമ. എന്താ നബിയെ ഹുതമ? തങ്ങൾക്കറിയാമോ? തങ്ങൾക്കെത്തിയ ഹുതമയുടെ ഗൗരവം എത്ര വലുതാണ്? നാറുല്ലാഹിൽ മൂഖദ. അത് അള്ളാഹുവിന്റെ അഗ്നിയാണ്. ലോകത്ത് ഒരു രാജാവും കത്തിച്ചാൽ ആ അഗ്നിയിലേക്ക് എത്തൂല, ആ ചൂടിലേക്ക് എത്തൂല. നാറുല്ലാഹിൽ മൂഖദ, അള്ളാഹു ഒരുക്കിയ നരകമാണ്. ആ നരകം അവിടുന്ന് തീ കൊടുക്കുകയല്ല, അൽ മൂഖദ, കത്തിക്കപ്പെട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 3000 കൊല്ലം കത്തിക്കപ്പെട്ട നരകമാണ് നരകം. 1000-ഉം 2000-ഉം അല്ല, 3000 കൊല്ലം. 1000 കൊല്ലം നരകം കത്തിച്ചപ്പോൾ അതങ്ങ് വെളുത്തു. പിന്നെയും 1000 കൊല്ലം കത്തിച്ചപ്പോൾ അതങ്ങ് ചുമന്നു ചുവപ്പ് കളറായി. പിന്നെയും 1000 കൊല്ലം കത്തിച്ചപ്പോൾ ഹത്തസ്വദ്ദത് കറുത്തു. ഇന്ന് നരകത്തിന്റെ കളറ് ഫഹിയ സൗദാഉ മുളിമാ, കറുത്തിരുണ്ട കളറാണ് നരകത്തിന്റെ കളറ്. നരകത്തിലെ അഗ്നിയുടെ കളറ് കരിക്കട്ടയാണ്. നോക്കിയാ തോന്നും ഒക്കെ കെട്ടുകിടക്കാണ് എന്ന്. പക്ഷേ അതിന്റെ ചൂട് ചെറുതല്ല, അതിന്റെ ചൂട് ചെറുതല്ല. തീക്കനൽ കണ്ടാൽ നമ്മൾ കരുതും അത് കെട്ടുപോയിട്ടുണ്ടോന്ന്. ശക്തമായ ചൂടാണ് അതിനുള്ളത്. ആ നരകത്തിന്റെ ചൂട് എവിടേക്കാ എത്തുന്നത് എന്നറിയോ? അല്ലതീ തത്വലു അലൽ അഫ്ഇദ. ശരീരം ടച്ച് ചെയ്ത് എല്ലിൽ കയറി, ഓരോന്നിലും കയറി. മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വേദനിക്കുന്ന അവയവം ഏതാണ്? അവന്റെ ഹാർട്ടാണ്. ഹാർട്ടിന്റെ അത്ര വേദന ഉള്ളതിലുണ്ടോ? ഒന്നുമില്ല, ഒരവയവില്ല. അല്ലതീ തത്വലു അലൽ അഫ്ഇദ. കത്തി 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 അത് ഹാർട്ടിലേക്ക് എത്തും. ശക്തമായ വേദന കൊടുക്കാനാണ്. പരിഹാസം കൊണ്ടോ നമീമത്ത് കൊണ്ടോ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തുപോയവരാണെങ്കിൽ അവർ കാലകാലം നരകത്തിലാണ്. അതെന്തേ ഉസ്താദെ അങ്ങനെ പറയാൻ കാരണം? ഹുതമ എന്ന് പറയുന്നത് അദ്ദർകതു സാനിയതു മിൻ ദറകാതി ജഹന്നം. ജഹന്നമിന്റെ തട്ടുകളിൽ നിന്ന് 2ാം തട്ടിന്റെ പേരാണ് ഹുതമ. ഒന്നാമത്തതിന്റെ പേര് ഓൾറെഡി ജഹന്നം, അത് കുറച്ച് കഴിഞ്ഞാൽ കാലിയാകുന്ന. അവിടെയാണ് ജിർജിർ മുളക്കുന്നൊക്കെ ഹദീസിലുള്ളത്. 2ാം തട്ടാണ് ഹുതമ. എന്താ അതിന് ഹുതമ എന്ന് പേര് വെക്കാൻ കാരണം? സഹോദരിമാരെ, പരിഹസിക്കാവുന്ന ഒരു വാചകവും പറയരുത്, നമീമത്തിന്റെ ഏർപ്പാടും നിൽക്കരുത്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസയുടെ തഫ്സീർ ചോദിച്ചപ്പോൾ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹമ്മാസ് ഹുമസ ലുമസ ആരാന്നറിയോ? അൽ മശാഊന ബിൻ നമീമ അൽ മുഫർരിഖൂന ബൈനൽ അഹിബ്ബാ. കുഴപ്പമുണ്ടാക്കുന്ന വാക്കുകളുമായി ജനങ്ങൾക്കിടയിൽ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, സുഹൃത്തുക്കൾക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നവർ, അവരെ പറ്റിയാണ് അല്ലാഹു ആയത്തിൽ പറഞ്ഞത് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. പിന്നെ അങ്ങനെ കളിയാക്കാനും മറ്റൊക്കെ ഒരു കാര്യമുണ്ട്. ആ കാര്യം തന്നെയാണ് വലീദിനുള്ളത്. അത് പറയാം. പരിഹസിക്കുന്നവർക്ക് മറ്റൊക്കെ ഉള്ള കാര്യം എന്താ നിങ്ങള്? ഇനി പോനെ ആശ്രയിക്കണ്ടല്ലോ ജീവിക്കാനാണ്. അതാ തൊട്ടടുത്ത് അള്ളാഹു പറഞ്ഞത് യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഓന് തോന്നുന്നതേ ഓന്റെ സമ്പത്ത് കൊണ്ട് ഇവിടെ കാലകാലം കഴിയാൻ പറ്റുന്ന ഓന് തോന്നുന്നത്. യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഓനെ കളിയാക്കൽ ഇവിടെ എന്ത് ചുക്ക് വരാനാ? എന്റെ പരിപ്പും വേഗം പൂളയും വേഗം. യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവന്റെ സമ്പത്ത് അവനെ കാലകാലം ഇവിടെ നിർത്തുമെന്നാണ് അവന്റെ വിചാരം. അതുകൊണ്ടാണ് ഈ പരിഹാസത്തിന് നിന്നുകൊടുക്കുന്നത്. ഈ കളിയാക്കാനും ഈ നമീമത്തിനും അവൻ കൂട്ടുനിൽക്കാനുള്ള കാരണം അതാണ്. സത്യത്തിൽ ഒരു മനുഷ്യന്റെ പേരും പെരുമയും ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തുന്നത് ഓൾറെഡി സ്വത്തല്ല. നല്ല പേര് കൊടുക്കുന്നത്
നല്ല പേര് കൊടുക്കുന്നത് അൽ അമലു സ്വാലിഹ്, സൽക്കർമ്മമാണ്, സുഹൃതമാണ് സൽപ്പേര് കൊടുക്കുന്നത്. ആ സൽപ്പേര് ഒരുപാട് കാലത്തേക്ക് ബാക്കിയുണ്ടാകും. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചെയ്ത സുഹൃതമാണ് ഫത്ഹുൽ മുഈൻ രചിച്ചത്. ആ പേര് മായ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹു ചെയ്ത സുഹൃതമാണ് ഒരുപാട് കിതാബുകൾ രചിച്ചത്. ആ സുഹൃതത്തിന് തുല്യമാകുന്ന സുഹൃതമുണ്ടോ? പേര് മായ്ക്കാൻ പറ്റുമോ? ഇല്ല. ദീനീ സ്ഥാപനങ്ങളും സംരംഭങ്ങൾക്കും വേണ്ടി പഴയകാലത്ത് ഉപ്പ ഉമ്മമാര് വഖഫ് ചെയ്ത വഖഫ് സ്വത്തുകൾ അവരുടെ പേരും നിലയും നിലനിർത്തുന്നതാണ്. നമ്മുടെ പേരിനെക്കാളും എടുത്തു പറയുന്നത് അവരെ പേരാണ്. അവർക്ക് ആ പേരിന് വലിയ സ്ഥാനം ഉണ്ട്, ദുനിയാവിലും ആഖിറത്തിലും ഉണ്ട്. സുഹൃതങ്ങളാണ് ശരിക്കും മനുഷ്യന് മേൽവിലാസം കൊടുക്കുന്നത്. സമ്പത്താണ് എന്നാണ് ഇവന്റെ ധാരണ. അതുകൊണ്ടാണ് അവൻ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്. ഹുതമ എന്ന് പറയുന്ന നരകത്തിൽ അവനെ ഇട്ട് പൊടിപൊടിയാക്കും. ഹുതമ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, ഉമ്മമാരെ നിങ്ങൾക്കൊക്കെ പരിചയമില്ലേ, ചെറിയ കൊള്ളി കിട്ടിയാൽ, പൊട്ടിക്കാൻ പറ്റുന്ന കൊള്ളി കിട്ടിയാൽ മുട്ടിൻകാൽമേൽ വെച്ചതൊന്ന് പൊട്ടിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കുന്ന സ്വഭാവം കാണാറില്ലേ? ഇതുപോലെ ഹതഭാഗ്യരായ മനുഷ്യനെ പിടിച്ചിട്ട് സബാനിയത്തവരെ മുട്ടിൽ വെച്ചിട്ടൊന്ന് പിടിച്ചൊന്ന് ഒടിക്കുന്ന ഒടികൊണ്ട് പൊടിപൊടിയാറുണ്ട്. എന്നിട്ടൊന്ന് വലിച്ചെറിയുന്നു. അതാണ് സത്യത്തിൽ അവനവന്റെ ശരീരം പൊടിപൊടിക്കുന്ന നരകമാണ്. ഹുതമാന്ന് പേരറിയിക്കുന്നത് അതാണ്. ആ നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോയാൽ അവിടുന്ന് പിടിച്ച് ഇങ്ങോട്ടൊരേറാണ്, ഇവിടുന്ന് അങ്ങോട്ടൊരേറാണ്, പൊടിപൊടിയാവുകയാണ്. അതുകൊണ്ട് തീരുന്നില്ല, പിന്നെയും ശരീരം അവന് നൽകപ്പെടുന്നു. കത്തി 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 വന്ന് കരള്, ലിവറും ഹാർട്ട് മുഴുവനും അത് പ്രവേശിക്കുകയാണ്. ആ നരകം, അതിന്റെ കവാടം അവരെ മേൽ കൊട്ടിയടക്കപ്പെടും. ആർക്കും തുറക്കാനോ ഒരു നല്ല വായു ശ്വസിക്കാനോ കഴിയാത്ത രൂപത്തിൽ ഫീ അമദിൻ മുമദ്ദദ, നീളമുള്ള തൂണുകളിലേക്ക് വലിച്ചു കെട്ടിയിട്ട് അതിന്റെ കവാടങ്ങൾ അല്ലാഹു തആല അങ്ങ് കൊട്ടിയടക്കും. ഇനി ഒരു ചെറിയ ആശ്വാസത്തിന് ഒരു നല്ലവരെ കാണുക എന്നുള്ള ചാൻസ് പോലും ഉണ്ടാകൂല. നല്ലവരൊക്കെ കാണാൻ വേണ്ടി എത്തി നോക്കുന്ന ഒരു നരകണ്ട്. അതൊക്കെ ഒന്നാം തട്ടിൽ ആളുണ്ടാകുമ്പോഴാണ്. അപ്പൊ മറ്റേ തട്ടുള്ളവരൊക്കെ കാണും. ഒന്നാം തട്ടിൽ ശിക്ഷ അനുഭവിക്കുന്ന മുവഹിദീങ്ങളെ ശിക്ഷ കഴിഞ്ഞാൽ നരകത്തിന്റെ കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടും. പിന്നൊരു തരി പോലും കാണാനോ നല്ലവരെ കണ്ടിട്ടൊന്ന് ആശ്വാസം കൊള്ളാനോ പിന്നെ കഴിയൂല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്താണ് ആ നരകത്തിന്റെ ഭയാനകത? ഒരു സൂറത്ത് മൊത്തം അല്ലാഹു തആല ഇറക്കുന്നത് ഈ ടീമിനുള്ള ശിക്ഷ പറഞ്ഞിട്ടാണ്. ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, നമീമത്തുമായിട്ട് നടക്കാൻ പാടില്ല. നമ്മളെ നാട്ടിലെ സാധാ മലയാളം പറഞ്ഞാൽ കുത്തിത്തിരിപ്പായിട്ട് നടക്കരുത്. അപ്പോഴാണ് ശരിയാകുക. അതിൻ്റെ ഒറിജിനാലിറ്റി എപ്പോഴാണ്? അതിന് ശ്രമിക്കരുത്. എന്താ നമീമത്ത് എന്നുള്ള വാക്കിന് എന്താ അതിന്റെ ഡെഫിനിഷൻ? കുഴപ്പമുണ്ടാകുന്ന രൂപത്തിൽ ഒരു വർത്താനം പറയാന്നുള്ളതാണ്. അതിന് ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് കേൾക്കരുത്. എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ പിന്നെ എൻ്റെ നിലപാട് ഇങ്ങനെ തന്നെയാണ്. ഞാനതിൽ പ്രശ്നമുള്ള ആളല്ല. എനിക്കൊരു പ്രശ്നമായി തോന്നിയാലും പ്രശ്നമാകല്ല. വിഷയം പറയണല്ലോ, ആൾക്കാർക്ക് തിരിയാറ്. ഒരു ടീം വന്നു, നിങ്ങൾ ഏതോ നാട്ടിലാകേണ്ട പുറത്തോടെ കൂട്ടിക്കോളിങ്ങൾ. അവരന്വേഷണമായിട്ട് വന്നാ. എൻ്റെ അന്വേഷണം ആ കുട്ടിയെ ഓലെ മകന്, അവരുടെ മകൻ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോവാ. അത് അന്വേഷണത്തിന് വന്നാ. സാധാരണ ഉണ്ടാവുമല്ലോ, സുന്നത്തുമാണല്ലോ. അപ്പൊ വഴിവക്കിൽ വെച്ച ഒരാളെ കണ്ടു. അയാള് എത്രയേ പറഞ്ഞുള്ളൂ, നിങ്ങളെ മകന് ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നത്, ആ പൊരയുള്ള ആ പെൺകുട്ടിനെ, അതിനെ അല്ലല്ലോ. സത്യത്തിൽ ഇയാൾ പറഞ്ഞത്, ഈ ഇപ്പോൾ ഒരു അത്ഭുതത്തിന്റെ ശൈലി ഇയാൾ പറഞ്ഞത്, ഓ ആ കുട്ടിക്കൊരു കല്യാണം വന്നു എന്ന മാത്രയിലാണെങ്കിലും കേട്ടവർ ചിന്തിച്ചു എന്തോ ഒരു വീക്ക്നെസ് ആ കുട്ടിക്കുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറയില്ലല്ലോ. അയാൾ എന്തോ ഒരു താമസിക്കുന്നത് പോലെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞില്ല, എന്തോന്നുണ്ട്.
എന്താ ഉള്ളത്? ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ വേറൊരു ടീം എന്ത്, നിങ്ങളവിടുന്ന് ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞോ? സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിക്കാഹ് കഴിഞ്ഞെങ്കിൽ ഇനി അതാണ് നടത്തിയോളി. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഞാനൊരു ഉദാഹരണം പറയുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ ചിന്തിക്കണം, നമ്മളെ നാവ് നമ്മൾ അടക്കി വെക്കണം. ഹൈറായതിൽ തുറക്കാനുള്ള നാവ്. ഇതിലിങ്ങോട്ട് ചീഞ്ഞ് നാറുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അള്ളാഹു നമ്മളതിൽ പെടുത്താതിരിക്കട്ടെ. ഒരിക്കലും താഴെ വരുന്നുണ്ട്, മന്നാവുലിൽ ഖൈർ എന്ന് പറഞ്ഞ വേറൊന്നും തന്നെ വരുന്നുണ്ട്. ഒരിക്കലും നമ്മളെ നാവ് കൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന ഖൈർ മുടങ്ങി പോകാൻ പാടില്ല. അത് സത്യത്തിൽ നിങ്ങളെ അജബോടുകൂടെ ആ പറഞ്ഞത്, നാ കേട്ട ആളത് വിലയിരുത്തിയതും മനസ്സിലാക്കിയതും എന്തോ ഒരു കോർങ്ങേടുന്നതാണ്. അല്ലെങ്കിൽ മറ്റു ചിലരുടെ ഭാഷ, നിങ്ങൾക്ക് ആ കുട്ടീനല്ലാതെ വേറെ ഏതെങ്കിലും കുട്ടീനെ ഇവിടെ കണ്ടിട്ടൊന്നും പറ്റിയില്ല. എന്താ ആ കുട്ടിക്ക് കുഴപ്പം? അല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കുട്ടികളെ ഒന്ന് കണ്ടി നിങ്ങൾ? ഇല്ലല്ല, എൻ്റെ മോനവിടെ കണ്ടു. ഓരോ കുടുംബവും ഓരോ കാര്യങ്ങളൊക്കെ നോക്കി, ആ കുട്ടീൻ്റെ ദീന വിദ്യാഭ്യാസമൊക്കെ നോക്കി, പശ്ചാത്തലമൊക്കെ നോക്കി. ഞങ്ങൾ അന്വേഷിക്കേണ്ടവരൊക്കെ അന്വേഷിച്ചു. ആ കുട്ടീനെ പഠിപ്പിച്ച ഉസ്താദ്മാരെയും പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ കണ്ടു. ഞങ്ങൾക്ക് തൃപ്തിയായി. ഇതിൽ ഉറച്ചു നിൽക്കുന്ന ആള് തവക്കൽത്തു അലല്ലാഹ് ഉറക്കും. എന്നാ ഈ പറയുന്ന ആളെ ലക്ഷ്യം ആ കുട്ടി ഇറങ്ങാനായില്ല, കുറച്ച് നേരം ഒരു ബ്ലോക്ക്, നമ്മളെ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങാണ്ട്. ഇതാണോ മനസ്സിലെ ഉള്ളിലിരിപ്പ്? അള്ളാഹുവാണ് എല്ലാം വിധിക്കുന്നത് എന്ന വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ ഇത് ചെയ്യൂല. ഒരിക്കലും നീ ഇത് ചെയ്യൂല, നീ ഇത് പറയൂല. ഒരു പക്ഷേ ആ സമയത്ത് അത് നടന്നില്ലെങ്കിലും അത് മറ്റൊരു സമയത്ത് നടന്നാലും നിന്റെ ഉള്ളിലിരിപ്പ് കാരണം പിന്നെയും നിന്റെ കുട്ടിക്ക് ദീർഘായുസ് കുറച്ചുകൂടി ഈ വിഷയത്തിൽ വന്നാൽ എന്തു ചെയ്യും? അവിടെ ഹൈറായ കാര്യങ്ങൾ ഹൈറായ നിലക്കേ പറയാവൂ. ദുരൂഹതയുള്ള ഒന്നും പറയരുത്. അതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകരുത് എന്ന നിശ്ചയമാണോ മനസ്സിലുള്ളത്? വല്ലാത്ത ദുഷിച്ച മനസ്സന്നെ. തൊട്ടടുത്ത് പറയുന്നു, മന്നാഇല്ലിൽ ഖൈർ, നന്മ തടയുക. ഈ വലീദല്ലേ വിഷയത്തിന്റെ ആള്. എത്രയോ കോടിക്കണക്കിന് വരുമാനമുള്ള ആളാണ്, സ്വത്തുള്ള ആളാണ്. ഒരൊറ്റ മിസ്കീൻ വന്ന് ചോദിച്ചാലും ഒരു ദിർഹം പോലും കൊടുക്കൂല. തഫ്സീറിൽ കാണാം, ഹജ്ജിന് വേണ്ടി 25,000 ദിർഹം ചെലവാക്കി എല്ലാ സൗകര്യങ്ങളോടെയും ഹജ്ജിന് പോകുന്ന ആളാണ് വലീദ്. വർഷാവർഷം അവരെ ഹജ്ജ്, നമ്മളെ ഹജ്ജല്ല, അവരെ ഹജ്ജ്. ഹജ്ജൊക്കെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെയല്ലേ ചിന്തിക്കണ്ട. ആ ഹജ്ജാണ് അന്നത്തെ ഹജ്ജ്. അതിനൊക്കെ പോകും. അതൊരു പേരും പ്രശസ്തിയാണ്. മെയിൻ ലക്ഷ്യം അതാണ്. ഒരു മിസ്കീൻ വന്ന് ചോദിച്ചാലോ ആട്ടിവിടും. മന്നാഇല്ലിൽ ഖൈർ, ഇന്നലെ അതിന്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു. 10 മക്കളോടും കുടുംബക്കാരോടും ഇടക്കിടക്ക് വലീദ് ഭീഷണിപ്പെടുത്തും. നിങ്ങളെങ്ങാലും മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുകയാണെങ്കിൽ എന്റെ സമ്പത്തിൽ നിന്നൊരു തരി പോലും നിങ്ങൾക്ക് തരൂല. മന്നാഉല്ലിൽ ഖൈർ, ഈമാൻ തടയുന്നതാണ് ഏറ്റവും വലുത്. ഈമാൻ തടയുക ഏറ്റവും വലിയ ഖൈർ ഈമാനാണല്ലോ. ഈമാൻ തടയുക. ഒരാൾക്ക് കിട്ടുന്നൊരു ഖൈറും മുടക്കരുത്. നിങ്ങളെ സുഹൃത്തിന് കിട്ടുന്നൊരു ഖൈർ നിങ്ങളാൽ മുടങ്ങരുത്. അത് ഭൗതികമായിട്ടാകട്ടെ അഭൗതികമായിട്ടാകട്ടെ ഏത് നിലക്കാകട്ടെ മുടങ്ങരുത്. നാട്ടിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് റിപ്പയറിന് വേണ്ടി കുറച്ച് കാശ് വന്നു. അപ്പൊ ഗ്രാമസഭ കൂടിയപ്പോ ആരൊക്കെ അതിന്റെ ആള് ഇങ്ങനെ പേര് പറഞ്ഞപ്പോ കുറച്ചാളെ പേര് വായിച്ചവരൊക്കെ അർഹരാട്ടോ. എല്ലാവരും അർഹരുടെ പേര് ഇങ്ങനെ കണക്കെടുത്ത് വായിച്ചത്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇപ്പൊ വായിച്ച ആൾ കൊടുക്കണ്ട. അതെന്തേ കൊടുക്കണ്ട? ആളെന്റെ അയലക്കത്തുള്ള ആളാ. നിങ്ങളെ അയലക്കത്തുള്ള ആളെ ചോദിച്ചെന്താ? ആളതിന് അവകാശമല്ലേ? അവകാശമാണ്, പക്ഷെ ആൾ കൊടുക്കണ്ട. അയാൾ നമ്മളെ പാർട്ടിക്കാരനല്ല, ആളൊരു മനുഷ്യനല്ല എന്ന് പറയുകയാണെങ്കിൽ തിരക്കിടില്ലേ? എന്തിനാപ്പോ മുടക്കുന്നത്? എന്തിനാ ഖൈർ മുടക്കുന്നത്? എന്താണ് അയാൾക്ക് കിട്ടാവുന്നൊരു ചെറിയ ഗുണം മുടക്കുന്നത്? നിങ്ങൾ നോക്ക്, നേരെ എതിരാളിയാണെങ്കിൽ പോലും അനീതി പ്രവർത്തിക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ തത്വം നമ്മളോട്. നിങ്ങളുടെ നേരെ എതിരാളിയാണ് അപ്പുറത്ത് നിൽക്കുന്നതെങ്കിലും അനീതി അവനോട് ചെയ്യാൻ പാടില്ല, അധർമ്മം ചെയ്യാൻ പാടില്ല.
മാനുഷികമായ മൂല്യങ്ങളൊക്കെ അവനോടും പരിഗണിക്കണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം, വെറുപ്പ്, അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ധൈര്യം പകരരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് തഖ്വക്ക് ഏറ്റവും അടുത്തത്. നീതിയാണല്ലോ പാലിക്കേണ്ടത് എപ്പോഴും. അതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്നൊരു ഖൈർ മുടക്കരുത്, മന്നാഉൽ ലിൽ ഖൈർ ആകരുത്. അത് വലിയ കഷ്ടം തന്നെയാണ്. മുഅ്മിനായ മനുഷ്യനൊരു നിലക്കും ആ സ്വഭാവം യോജിക്കൂല. ആർക്ക് കിട്ടുന്ന ഖൈറും തടയരുത്. കിട്ടിക്കോട്ടെ എന്ന് വെക്കണം, ഖൈറല്ലേ, നന്മയല്ലേ, നടന്നോട്ടെ എന്ന് വെക്കണം, സഹകരിച്ചു കൊടുക്കണം. നമ്മുടെ വാക്ക് കാരണം, നമ്മുടെ പ്രവൃത്തി കാരണം മറ്റൊരാൾക്ക് ഖൈറ് മുടങ്ങരുത്. നമ്മളൊരു മുടക്കക്കാരനായി മാറരുത്. അത് സഹോദരങ്ങളെ സത്യത്തില്ല പറയുന്നത്. വെള്ളമാണെങ്കിലും വെളിച്ചമാണെങ്കിലും വടിയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം. പരത്തി പറയാൻ നേരമില്ലാത്തത് കൊണ്ടാണ്. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. അടുത്ത സ്വഭാവമാണ് മുഅ്തദിൻ, പരിധി ലംഘിക്കുന്നവൻ. പരിധി വിട്ടുകിടക്കുക, നിയമങ്ങളൊക്കെ മറികടക്കുക, ആര് പറഞ്ഞു കൊടുത്താലും ഉൾക്കൊള്ളാതിരിക്കുക. അങ്ങനെ ചെയ്യരുത്. ഇസ്ലാമിന്റെ ദൃഷ്ട്യാ ഹറാമാണെന്ന് പറഞ്ഞാൽ നീ നിന്റെ പണി നോക്കിക്കോ, എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറയരുത്. കല്യാണ വേളയിൽ ഒരു ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അത് ദീനിൽ നിരക്കാത്തതാണ്, പച്ച ഹറാമാണ്, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്താ ചെയ്തിരിക്കുന്നത്? പുരുഷന്മാരൊക്കെ വരുന്നിടത്തേക്ക് ഓപ്പണായിട്ട് പുതിയ പെണ്ണിനെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ആ പെണ്ണിന്റെ ശരീരത്തിലോ ഒരു അല്പഭാഗം മാത്രമുള്ള വസ്ത്രമുണ്ട്, പ്രദർശന വസ്തുവാക്കി വെച്ചപ്പോ ഒരു നാട്ടിലെ കാരണവർ വന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ ഇവന്റെ മനസ്സിലെന്താണ്? ഞാനല്ലേ ഈ പന്തൽ നിർമ്മിച്ചത്, ആരാതിന് തൗഫീക്ക് തന്നത്? ഞാനല്ലേ ഭക്ഷണം വെച്ചത്, ആരാതിന് നിനക്ക് സമ്പത്ത് തന്നത്? ഞാനല്ലേ കല്യാണം നിശ്ചയിച്ചത്, നിശ്ചയിക്കാൻ ആരാ നിനക്ക് കഴിവ് തന്നത്? യജമാനനായ റബ്ബാണോ? ആ റബ്ബ് നിയമം പറഞ്ഞിട്ടുണ്ട്, ആ റബ്ബ് നിയമം പാസാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറി തന്നതാണ്. അതുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോ നീ നിന്റെ പണി നോക്കിക്കോ എന്ന് പറയുന്നത് മുഅ്തദിൻ, പരിധി ലംഘിക്കലാണ്. ലംഘിക്കരുത്, ഒരിക്കലും പരിധി ലംഘിക്കരുത്. പരിധി വിടരുത്. പരിധിയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കണം. അസീം, എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്യുക വിശ്വാസിക്ക് യോജിച്ചതല്ല. വിശ്വാസി കുറ്റവിമുക്തനായി ജീവിക്കേണ്ടവനാണ്. എപ്പോഴെങ്കിലൊക്കെ ചാബല്യങ്ങൾ വന്നു പോകുമെങ്കിൽ അള്ളാഹുവിനോട് കൂടുതൽ മാപ്പിരക്കണം. നിശ്ചയദാർഢ്യത്തോടെ ഇനി വരില്ല എന്നുള്ള നിലക്ക് ഖേദത്തോടെ മുന്നേറണം. അതേ കരുതിക്കൂട്ടി എല്ലാ കുറ്റങ്ങളിലും പോയി പെട്ടേക്കരുത്. അതാണ് ഇവൻ ചെയ്യുന്നത്. അസീം, എന്തു കുറ്റം വരുന്നുണ്ടോ വലീദിന്റെ തലയിൽ നിന്നത് വരും. അവൻ അതിന്റെ ആസൂത്രണം ചെയ്യുന്ന ആളാകും. അവനതിന് നെടുനായകത്വം വഹിക്കാൻ വേണ്ടി മുന്നോട്ട് പോകും. ഈ സ്വഭാവങ്ങളൊക്കെ ദുസ്വഭാവമാണ്. അവസാനം പറഞ്ഞില്ലേ, ഉതുല്ലിൻ ബഅദ ദാലിക സനീം. ജാരസന്തതികൾ വർദ്ധിച്ചാൽ മഴവെള്ളം അല്ലാഹു തആല കുറക്കുമെന്നാണ് ഹദീസിലുള്ളത്. ജാരസന്താനങ്ങൾ പെറ്റുപെരുകിയാൽ അള്ളാഹു തരുന്ന വിശാല ഔദാര്യമായ വെള്ളം അള്ളാഹു നിർത്തിവെക്കും. ഇമാം ഖുർത്തുബി തങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്ന ഹദീസ് കാണാം, സുദീർഘ ഹദീസാണ്. അതുകൊണ്ടല്ലേ സ്വാലിഹീങ്ങളുടെ പരിഗണന പോലും അള്ളാഹു മാറ്റിക്കളയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, അൻഹുലകു വഫീന സ്വാലിഹൂൻ, അള്ളാഹുവിന്റെ റസൂലേ, സജ്ജനങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരിക്കെ ഞങ്ങൾക്ക് നാശം വരുമോ? തങ്ങളെ ഒറ്റ മറുപടി, നല്ല മനുഷ്യന്മാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, നല്ലവരായിട്ട് അള്ളാഹു പരിഗണിക്കുന്ന ആളുകൾ തന്നെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് എന്ന് വെച്ചോളൂ. പാവങ്ങളുണ്ട്, സാധുക്കളുണ്ട്, നല്ല നിലക്ക് ആർക്കും ശല്യമില്ലാതെ ഇൽമും അമലുമായി ജീവിക്കുന്നവരുണ്ട്. എന്നാലും ഞങ്ങൾക്ക് നാശം വരുമോ? തങ്ങൾ പറഞ്ഞു, നഅം, അതെ, നിങ്ങളെ പരിഗണന പോലും അല്ലാഹു എടുത്തു മാറ്റും. ഇദാ കസുറൽ ഖബസു, സിന പെറ്റുപെരുകിയാൽ, അനാവശ്യം വർദ്ധിച്ചാൽ, സ്വന്തം ശരീരത്തെ വിൽപ്പന നടത്തിയാൽ. എന്തിനാ വിൽപ്പന നടത്തുന്നത്? ഒന്നുകിൽ ദുനിയാവിന്റെ ചരക്കിന് വേണ്ടി,
അല്ലെങ്കിൽ ജീവിതത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിലോ അള്ളാഹു നൽകിയ പരിമിതമായ വികാരത്തിൽ നിന്ന് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാതെ പരിധി ലംഘിച്ചതിന് വേണ്ടി 3 നിലക്കാണെങ്കിലും കടും കൈയാണ്. ഇദാ കസുറൽ ഖബസു, സിനകൾ പെറ്റുവരികയാൽ, ഉച്ചനീചത്വങ്ങൾ വർദ്ധിച്ചാൽ, വിശദമായി ഞാൻ പറയുന്നില്ല സഹോദരങ്ങളെ, ബറക്കത്തൊക്കെ അല്ലാഹു എടുത്തുമാറ്റുന്ന ഒരു സ്വഭാവം അങ്ങനെയാണ്. അതാണല്ലോ 10ാമതായി പറഞ്ഞത് ബഅദദാലിക സനീം. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വലീദിനെ ഈ വിഷയം കേൾക്കാതിരിക്കാൻ, തൗഹീദിലേക്ക് വരാതിരിക്കാൻ വലീദിന് കാരണമായത് അൻകാന ദാമാലിൻ വബനീൻ, ആ വലീദ് സമ്പത്തുള്ള ആളായി എന്നുള്ളതാണ്. സമ്പത്തുള്ള ആളായി എന്നുള്ളത് കൊണ്ടാണ്, അവന്റെ ദുനിയാവിലെ കഴിവാണ്. ഇതൊന്നും പറഞ്ഞത് കേൾക്കാതിരിക്കാൻ അവരെ മുന്നോട്ട് പ്രേരിപ്പിച്ചത്. വബനീൻ, മക്കളും ഉള്ള ആളായി. പറഞ്ഞല്ലോ 10 മക്കളുണ്ടായിരുന്നു. മക്കളും സമ്പത്തും ഒക്കെ എനിക്ക് എല്ലാ കാലത്തും എന്നെ രക്ഷപ്പെടുത്താനും ഉണ്ടാകും എന്നൊരു ധാരണയിൽ വിശ്വാസ രംഗത്തേക്ക് വരാനോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടി പറയുന്നത് നിർത്താനോ വലീദിന് കഴിഞ്ഞില്ല. അവൻ ഇതൊക്കെ ലാക്കാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് നീങ്ങി. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ, നമ്മുടെ ആയത്തുകൾ അവന്റെ മേൽ ഓതപ്പെട്ടാൽ വലീദ് പറയും അസാതീറുൽ അവ്വലീൻ, ഇതൊക്കെ പൂർവീകരുടെ കെട്ടുകഥയാണ്. പൂർവകാലത്ത് ജീവിച്ചവരുടെ കഥകൾ, കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കാണ്. ഇതൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്ന് ആളുകളോട് പറയും. പറയാനുള്ള കാരണം അവൻ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നാണ്. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലീദ് ആക്ഷേപിച്ചു. ഖാദിബൻ, കള്ളം പറഞ്ഞുകൊണ്ട്, ബിസ്മി വാഹിദിൻ, ഒരൊറ്റ പേര് കൊണ്ടാണ് നബി തങ്ങൾ ആക്ഷേപിച്ചത്. എന്താണ് ആ ദുഷ്പേര്? മജ്നൂൻ എന്ന പേരാണ്. സമ്മാഹുല്ലാഹു തആല ബി അശറത്തി അസ്മാ, അല്ലാഹു തആല വലീദിന് 10 പേര് പറഞ്ഞു. സ്വാദിഖൻ, 10ഉം പറഞ്ഞത് സത്യമായ നിലക്കാണ്. ഒന്നിലും അതിൽ കദിബില്ല. കദിബായിട്ടാണ് നബി തങ്ങളെ പറ്റി ഒരു പേര് പറഞ്ഞത്. അപ്പോൾ വലീദിനെ പറ്റി അല്ലാഹു തആല 10 പേര് പറഞ്ഞു. ആ 10ലും അല്ലാഹു തആല പറഞ്ഞത് സിദ്ഖാണ്. എന്നിട്ട് ഫൈൻകാന മിൻ അദിലിഹി, അല്ലാഹു തആലാന്റെ നീതി, അൻ യുജ്സി അൽ മുസീഉ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അശ്റ, നബി തങ്ങളോട് കുറ്റം ചെയ്തവനോ 10 ശിക്ഷ കൊടുക്കൽ അല്ലാഹുവിന്റെ നീതിയിൽപ്പെട്ടതാണെങ്കിൽ, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അന്നമൻ സ്വല്ലാ അലൈഹി വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, ഒരു സ്വലാത്ത് മുത്തുനബി തങ്ങൾക്ക് ആരെങ്കിലും ചൊല്ലിയാൽ 10 ഗുണം അതിന്റെ ഫലമായി അല്ലാഹു അവന് നൽകുന്നു. ആ 10 എണ്ണവും 10 എണ്ണമായി തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഒരു സ്വലാത്തിന് 10 ഗുണം കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു എതിർപ്പ് കാണിച്ചപ്പോൾ അല്ലാഹുവിന്റെ നീതി കണ്ടോ, ഒന്നിന് 10 അല്ലാഹു ശിക്ഷ കൊടുത്തത്. 10 ദുഷ്പേരുകളാ വെളിവാക്കിയത്. എന്നാൽ അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണം കൊടുക്കും. ഇഷ്ടം പോലെ സ്വലാത്ത് എല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വലാത്തുകൾ എമ്പാടും പെരുപ്പിക്കണം. ഇത് പറഞ്ഞിട്ട് വലീദിനെ പറ്റി അവസാനം ഒരു വാക്ക് പറയുന്നത് കേട്ടോ, സനസിമുഹു അലൽ ഖുർതൂം, സനസിമുഹു അലൽ ഖുർതൂം, ആ വലീദിനെ, ആ വലീദിന്റെ തുമ്പിക്കൈയിന്റെ മേൽ നമ്മളൊരു അടയാളം വെക്കും, ഒരു കലവരുത്തും. മനുഷ്യന് പറയേണ്ട ശരിക്കുള്ള മൂക്കിന്റെ പേര് അംഫ് എന്നാണ്. ഖുർആനിൽ വൽ അംഫ ബിൽ അംഫി, മൂക്ക് എന്നാ പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും മൃഗത്തിൻ്റെത് കടമെടുത്ത് പറഞ്ഞാൽ അത് വഷളാക്കല. ഓനെ ചുണ്ട് കണ്ട ഒട്ടകത്തിന്റെ ചുണ്ടാന്ന് പറഞ്ഞാൽ അത് ഓനൊരു മധുഹ് പറയലല്ല, ഓനെ വഷളാക്കണത്. ഓന്റെ കാല് കണ്ട പോത്തിന്റെ കാലുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതാണ് ഇപ്പൊ അല്ലാഹു തആല കണ്ടത്. നിങ്ങൾ സനസിമുഹു അലൽ ഖുർതൂം, അവന്റെ മൂക്കിനെ പറ്റി അല്ലാഹു ഖുർതൂം എന്നാ പറഞ്ഞത്.
ഖുർത്തൂം എന്നല്ല മനുഷ്യന്റെ മൂക്കിന് സാധാരണ പറയലും മനുഷ്യന്റെ മൂക്കന്നെ വലീദിനുള്ളത്. പക്ഷേ അവന്റെ മൂക്കിനെ പറ്റി മൂക്കിന് പോലും ബഹുമാനം പറയാൻ പറ്റൂല. സനസിമുഹു അലൽ ഖുർത്തൂം, അവന്റെ ഖുർത്തൂമിന് മൂക്കിലൊരു അടയാളം വരുത്തും, ഒരു കല വരുത്തും. ഇതിന് ഇഷ്ടം പോലെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ അവന്റെ മൂക്കിന് അടയാളം വന്നിട്ടുണ്ട്. എവിടെ? ബദറിൽ പങ്കെടുത്തപ്പോൾ അവന്റെ മൂക്കിലൊരു അടയാളം സംഭവിച്ചിട്ടുണ്ട്. ആ അടയാളമാണ് അള്ളാഹു ആ പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാര് മുഫസ്സിറുകൾ എഴുതി വെച്ചപ്പോ വലിയ പണ്ഡിതന്മാര് പറഞ്ഞു, ഇമാം സമഖ്ശരി അടക്കമുള്ളവർ പറഞ്ഞു, അല്ല അല്ല, വലീദിന് അല്ലാഹു തആല കൊടുത്ത വഷളത്തരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇവിടെ ഇവന് ഒരുപാട് മായ്ക്കപ്പെടാത്ത ദുഷ്പേരുകൾ അല്ലാഹു കൊടുത്തു. കാലകാലം അവന്റെ ദുഷ്പേരാണ് ഖുർആനിലൂടെ ഓതിക്കൊണ്ടിരിക്കുന്നത്, അവന്റെ ദുഷ്പേരുകളും ദുർഗുണങ്ങളും. അതേ സമയത്ത് അവൻ അല്ലാഹു കല കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഖിയാമത്ത് നാളിൽ വലീദ് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച ആളായതുകൊണ്ട് ഏറ്റവും പരാജയം അവൻ അല്ലാഹു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബിഅൻ നുസവ്വിദ വജ്ഹഹു ഗായത തസ്വീദ്. മറ്റു സത്യനിഷേധികളെ പോലെയല്ല, ഇവന്റെ മുഖത്തിന് അല്ലാഹു തആല കടുങ്കറുപ്പ് കൊടുക്കും, വേറെ തന്നെ കൊടുക്കും. അവനെ വേറെ തന്നെ തിരിച്ചറിയാനുള്ള അടയാളം കൊടുക്കും. കാരണം അവൻ മുഖ്യ ശത്രുവാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ശത്രുതയല്ല അവൻ ചെയ്തത്, പെരും ശത്രുതയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല രണ്ടാമതായി നമ്മെ പഠിപ്പിക്കുന്നത് മക്കക്കാർക്ക് അല്ലാഹു കൊടുത്തൊരു പരീക്ഷണത്തെ പറ്റിയാണ്. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന. ഇന്നാ ബലൗനാഹും, ഈ മക്കക്കാരെ നാം പരീക്ഷിക്കും. അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, തോട്ടത്തിന്റെ ഉടമകളെ നാം പരീക്ഷിച്ചതുപോലെ. ഇത് അഖ്സമു, അവർ സത്യം ചെയ്ത് പറഞ്ഞല്ലോ, ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ, ആ തോട്ടത്തിലെ കായ്കനികളൊക്കെ നേരം വെളുക്കുന്ന സമയത്ത് പോയിട്ട് മുഴുവനും മുറിച്ചെടുക്കണം, എല്ലാം മുറിച്ചെടുക്കണം. വലാ യസ്തസ്നൂൻ, അവർ ഇസ്തിസ്ന ചെയ്തിട്ടില്ല, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ല. സത്യം ചെയ്തവർ പറഞ്ഞു മുഴുവൻ കായ്കനികളും പറിച്ചു മുറിച്ചു കൊണ്ടുവരണം എന്നവർ പറഞ്ഞവര് പോയി. ഫത്വാഫ അലൈഹാ ത്വായിഫും മിർ റബ്ബിക വഹും നായിമൂൻ. ഫത്വാഫ അലൈഹാ ത്വായിഫുൻ, ആ തോട്ടത്തിന് ചുറ്റും ഒരു ചുറ്റിക്കറങ്ങുന്നത് വന്ന് തോട്ടത്തെ പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അദാബാണ്, അള്ളാഹുവിന്റെ ശിക്ഷ തോട്ടത്തിന് മേൽ പൊതിഞ്ഞു. ഇവരാരും അതറിഞ്ഞിട്ടില്ല. വഹും നായിമൂൻ, അവർ ഉറങ്ങുന്ന സമയത്ത്, രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ആ തോട്ടത്തിന് ശിക്ഷ ബാധിച്ചു. ഫഅസ്ബഹത് കസ്സരീം, നേരം വെളുത്തു നോക്കുന്ന സമയത്ത് ആ തോട്ടം മുഴുവനും അരിഞ്ഞു വീഴ്ത്തിയതുപോലെ ഒരൊറ്റ കായ്കനികളില്ല. കസ്വരീം, ഇരുൾ മുറ്റിയ രാത്രി പോലെ കരിഞ്ഞുണങ്ങിക്കിടക്കുന്നു. ഒന്നാം നമ്പർ കായ്കനികളുള്ള തോട്ടം. ഇവർ സത്യം ചെയ്ത് മുഴുവനും മുറിച്ചു കൊണ്ടുവരണം എന്ന് പറയാനുള്ള കാരണം താഴെ പറയുന്നുണ്ട്. എന്താണ് ഇവരെ ഒരു അതിമോഹം, ദുർമോഹം, ഇവർക്കുള്ള ആ സമ്പത്തിനോടുള്ള അലച്ച കൊണ്ട് മറ്റുള്ളവർക്ക് സാധാരണ കുറച്ചൊക്കെ കൊടുക്കാന്നുള്ള ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഉള്ളത് മൊത്തം അങ്ങോട്ട് അവനാൻ്റെ അക്കൗണ്ടിലേക്ക്. കുടുംബക്കാരൊക്കെ അവിടെ നിൽക്കേണ്ടതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പരിഗണിക്കുക. ഒരു 10, 65, 80 വയസ്സാകട്ടെ. ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഈ ലെവലിൽ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഇപ്പൊ ഇനി ആര് വന്നാലും തടസ്സങ്ങളൊക്കെ പറഞ്ഞു മാറ്റുക. അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ മറ്റേ മറിച്ച് പോവാ, മാറ്റി അപ്പുറത്ത് മാറ്റുമ്പോൾ അല്ലപ്പുറത്ത് മാറ്റും. അത് പഠിക്കണം, അത് പഠിക്കാനാണ് ഇപ്പൊ ഈ പാഠം പറയുന്നത്. ഇവര് മുഴുവനും മുറിച്ചു കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചു. ഞാനതിന്റെ തഫ്സീർ പറയുമ്പോൾ സംഭവങ്ങളൊക്കെ പറയാം. ഇത് നമ്മൾ പഠിക്കേണ്ട വല്ലാത്തൊരു ചരിത്രമാണ്. നമ്മളെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പഠിക്കേണ്ടേ. അല്ലാഹു തആല മക്കക്കാർക്ക് ഒരു പരീക്ഷണം കൊടുത്തതിന് ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ. ഒരു തോട്ടക്കാരെ, ഒരു തോട്ടത്തിന്റെ ഉടമകളെ അല്ലാഹു പരീക്ഷിച്ചൊരു വർത്തമാനം. രാവിലെ അവർ പോയി, ഫതനാദൗ മുസ്ബിഹീൻ,
രാത്രി ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്, രാവിലെ ആകുമ്പോഴേക്ക് കരിഞ്ഞുണങ്ങിയിട്ടുണ്ട്. നേരം വെളുക്കാൻ നേരത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞു പരസ്പരം, വേമ്പരി അനികുതൂവലാർത്തിക്കും, നിങ്ങളെ തോട്ടത്തിലേക്ക് കൃഷിയിടത്തിലേക്ക് നിങ്ങൾ വേഗം പ്രവേശിക്കൂ. ഇൻകുന്തും സ്വാരിബീൻ, മുറിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേഗം വരൂ. ഫന്തലഖൂ, അവർ പോയി. വഹും യതഖാഫതൂൻ, അവർ സ്വകാര്യമായി പറയുന്നുണ്ട്, അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, ഇന്നൊരു സാധും വരരുത് കേട്ടോ, അതിന്റെ മുമ്പ് പെട്ടെന്ന് പറിച്ചിട്ട് പുറേ കൊണ്ടുപോകണം. കാരണം ഈ കായ്കനികൾ പറിക്കുമ്പോ പഴയ കാലത്ത് ഈ തോട്ടത്തിന്റെ ശരിക്കുള്ള തോട്ടം ഈ മക്കൾക്ക് കൈമാറിയ ഇവരുടെ വാപ്പ വർഷാവർഷം ആ തോട്ടത്തിൽ നിന്ന് കായ്കനികൾ പറിക്കുമ്പോ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മിസ്കീന്മാര്, സാധുക്കൾ, യത്തീമുകൾ സഞ്ചിയുമായിട്ട് വരാറുണ്ട്. പതിവാണ്. ആ ദിവസം ആരോടും പറയണ്ട, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇപ്പോഴും കായ്ക്കനികളുടെ ദിവസം തന്നെയാണ്. പക്ഷേ അല്ലാഹുലൈക്കും മിസ്കിൻ, ഇന്നൊറ്റ മിസ്കിനും വരാൻ പാടില്ല. അവരൊക്കെ സാധാരണ വരുന്ന ടൈമുണ്ട്, ആ ടൈം എത്തുന്നതിന് മുമ്പ് ഇത് ചാക്കിലാക്കിയിട്ട് പുരയിലെത്തണം. അതിന് നേരം വെളുക്കുന്ന ടൈമിൽ വീട്ടിൽ നിന്നൊക്കെ എണീറ്റ് അധ്വാനിച്ച് എല്ലാവരും പോകാൻ. ഫന്തലഖൂ, അവർ പോയി. വഹും യതഖാഫതൂൻ, അള്ളാഹു പറഞ്ഞു സ്വകാര്യമായിട്ട് അവർ പറയുന്നുണ്ട് പരസ്പരം. കാരണം പരസ്യം പറഞ്ഞ ആൾക്കാർ കേൾക്കൂല. അല്ലാഹുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, വലാ സ്വകാര്യാണ് അള്ളാഹു ഖുർആനോട് പരസ്യമാക്കിയത്. അല്ലാഹുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, നിങ്ങളെ മേലൊറ്റ മിസ്കീനൊന്ന് കടന്നു വരരുത് കേട്ടോ, വന്നാ ക്ഷീണാണ്. കാരണം ഒരാൾ വന്നാൽ പിന്നെ പബ്ലിസിറ്റി അവരെ, അതുകൊണ്ട് ഒറ്റ മിസ്കീനും വരരുത്. ഒറ്റ മിസ്കീനും വരരുത്, ഇതിന്റെ മുമ്പ് റെഡിയായി പോകണം. ധൃതിപ്പെട്ടവര് പോയി, ഒക്കെ കൊണ്ടുവരാൻ കഴിയുമെന്ന ദാർഢ്യത്തോടുകൂടെ എല്ലാം പറിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന രീതിയിൽ അവർ പോയി. ഫലമ്മാ റഔഹാ ഖാലൂ ഇന്നാ ലളാല്ലൂൻ, തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട്, നമ്മളെ തോട്ടതെല്ലാം നമ്മൾ വഴി മാറിയിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്ന് തോട്ടതാ നമ്മൾ വഴി. എല്ലാവരും ഇങ്ങനെ ചോദിക്കും, വഴി മാറിയോ? എന്താ ഇപ്പൊ തോട്ടം ഇങ്ങനെ? തോട്ടം കരിഞ്ഞു കിടക്കാൻ. കായ്ക്കനികളുള്ള തോട്ടം കരിഞ്ഞു കിടന്ന എങ്ങനെ ഉണ്ടാകും? ഉദാഹരണങ്ങൾ പെട്ടെന്ന് മനസ്സിലാകൂലേ? ഒരു വെള്ളം അങ്ങോട്ട് വന്നിട്ട് തോട്ടം അങ്ങനെ കൊണ്ടുപോയാൽ ഇന്നെന്താ അവിടെ ഉണ്ടാകുക? നല്ല കൃഷിയൊക്കെ ഇങ്ങനെ ഭാഗമായിട്ട് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞ കണക്കിന് റെഡിയാക്കി നിൽക്കുന്ന ആ കൃഷിയിടത്തിലേക്ക് മലവെള്ളം അങ്ങോട്ട് വന്നൊരിച്ച് ഒന്നായിട്ടാണ് കൊണ്ടുപോയാൽ പിന്നെന്താ അവിടെ ഉണ്ടാകുക? ഇതേ ആകൃതിയിൽ, അത് നമ്മൾ കണ്ട ചിത്രമാണ്, ഇതേ ആകൃതിയിൽ കരിഞ്ഞു കിടക്കുന്ന ഈ തോട്ടം കണ്ടിട്ട് അവര് പറയാണ്, ഇന്നാ ലളാല്ലൂൻ, നമുക്ക് വഴിതെറ്റിപ്പോയി, ഇതല്ലേ നമ്മളെ തോട്ടം. അപ്പൊ ചിലര് പറഞ്ഞു, ബൽ, അല്ലല്ല, വഴിതെറ്റിയതല്ല, നഹ്നു മഹ്റൂമൂൻ, നമുക്ക് തടസ്സപ്പെട്ടു പോയി, ബഹിഷ്കരിക്കപ്പെട്ടു പോയി. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചപ്പോ നമുക്കും തരണ്ടാന്ന് അള്ളാഹു തീരുമാനിച്ചു. ബൽ നഹ്നു മഹ്റൂമൂൻ, നമ്മൾ തടയപ്പെട്ടവരാണ്, ഇത് ലഭിക്കാത്തവരാണ്, ഈ വിഷയം നമുക്ക് നഷ്ടപ്പെട്ടവരാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഖാല ഔസതുഹും, അവരിലെ മിതമായി സംസാരിക്കുന്ന ആള്, ഇതുപോലെ തീവ്ര അലച്ചയില്ല, അല്ലെങ്കിൽ നല്ല പ്രായമൊത്ത കാരണോര് പറഞ്ഞിരുന്നു, അലം അഖുല്ലകും ലൗലാ തുസബ്ബിഹൂൻ, എങ്ങനെമാരെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഈ ആദ്യ തീരുമാനം എടുക്കണ്ട, ലൗലാ തുസബ്ബിഹൂൻ, അല്ലാഹു തആലാനെ ഓർക്കണം ട്ടോ. ബാപ്പ കൊടുത്തിരുന്നത് ഒന്നും കൊടുക്കാതെ മുഴുവനും പുരയ്ക്ക് കയറ്റിക്കൊണ്ടുക എന്നുള്ള പരിപാടി ശരിയാകൂലാന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ? ലൗലാ തുസബ്ബിഹൂൻ, നിങ്ങൾ അല്ലാഹനെ ഓർക്കണ്ടേ, എന്തെങ്കിലും ഓർക്കാതിരുന്ന ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ? ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ, കുറ്റബോധം തോന്നി അവർക്ക്. ഉടനെ അവര് പറഞ്ഞു, റബ്ബേ നിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു, ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ കടുംകൈ ചെയ്തവരായി, അന്യായം ചെയ്തവരായി, അക്രമം ചെയ്തവരായി. ഫഅഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളി യതലാവമൂൻ,
പരസ്പരം അവർ പഴിചാരാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, ഇക്കാക്ക പറഞ്ഞു കേട്ടാ മതി. മറ്റയാൾ പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാനൊന്നും ഉണ്ടാകരുത്. മറ്റയാൾ പറഞ്ഞു, ഞാൻ എതിർത്തിട്ട് നിങ്ങളെല്ലാവരും ഒച്ചപ്പാണ്ടാക്കി പാസ്സാക്കിയതല്ലേ. ഞാൻ പറയാൻ തുടങ്ങി. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളെ കൊണ്ട് വർഷമുണ്ടാക്കി. എല്ലാവരും ആക്ഷേപം വർഷിപ്പിച്ചു, പരസ്പരം പറയാൻ തുടങ്ങി. എല്ലാവർക്കും കുറ്റം ബോധ്യപ്പെട്ടപ്പോ അവസാനം പിന്നെ എല്ലാവരും ഏറ്റുപറഞ്ഞു, യാ വൈലന ഇന്നാ കുന്നാ ത്വാഗീൻ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയി, വല്ലാത്ത വഴികേടിൽ ഞങ്ങൾ പെട്ടുപോയി. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. ഇത് അവരുടെ പശ്ചാത്താപ ബോധമാണ്. നമ്മുടെ റബ്ബ് ഇതിനേക്കാളും നല്ലത് നമുക്കിനി പകരം തന്നേക്കും. നമ്മൾ ബാപ്പ കൊടുത്തതുപോലെ ഇനിയും കൊടുക്കും. ഇനി മിസ്കീന്മാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ സമ്പത്തിൽ നിന്ന് കൊടുക്കും. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. നമ്മൾ അല്ലാഹുവിലേക്ക് അതീവ താല്പര്യമുള്ളവരാണ്. മറ്റാരിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അല്ലാഹുവിലേക്ക് ആഗ്രഹിക്കുന്നവരാണ്. അതേ, അല്ലാഹു പറഞ്ഞു, കദാലിക്കൽ അദാബ്, അപ്രകാരമാണ് ശിക്ഷ. അള്ളാഹുവിനെ മറന്നാൽ അപ്രകാരമാണ് ശിക്ഷ. വലഅദാബുൽ ആഖിറത്തി അക്ബർ, ഇത് ദുനിയാവിലെ ശിക്ഷയല്ലേ, ആഖിറത്തിലെ ശിക്ഷ അക്ബറു, ഇതിനേക്കാളും വലുപ്പമേറിയതാണ്. ലൗ കാനൂ യഅലമൂൻ, ഇവരിത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവർക്ക് ഈ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾ നോക്ക്, മക്കക്കാർക്ക് കൊടുത്ത പരീക്ഷണത്തിന് മുൻഗാമികൾക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു കഥ പറയുകയാണ്. എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നതെന്നറിയോ? റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തപ്പെട്ട ശേഷം നടന്ന ചരിത്രമാണ് ഇത്. യമനോടടുത്ത് സ്വൻആ എന്ന പ്രദേശത്ത്, സ്വൻആഇനോട് അടുത്ത്, സ്വൻആഇൽ നിന്ന് ഒരു 2 ഫർസഖ് അപ്പുറത്ത് വലിയൊരു തോട്ടമുണ്ടായിരുന്നു. അഹ്ലുസ്വലാത്ത്, സ്വലാത്ത് പ്രദേശത്തുപെട്ട ആളുകൾക്ക് ആ തോട്ടത്തിന്റെ പേര് ലർവാൻ എന്നാണ്. അതവരുടെ ബാപ്പയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഓരോ വർഷവും വിളവെടുപ്പ് നടത്തുമ്പോ കായ്ക്കനികളൊക്കെ പറിച്ച് അതേ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ ആ ബാപ്പയുടെ സ്വഭാവം എന്താണെന്നറിയോ? ഒരു വർഷത്തേക്ക് തനിക്കും തന്റെ കുടുംബത്തിനും ബാക്കിയുള്ളത് മതിയായത് എടുത്തു വെക്കും. വയതസദ്ദഖു ബിൽ ബാഖി അലൽ ഫുഖറാ, ബാക്കി സാധുക്കളോട് എടുക്കാൻ പറയും. അപ്പൊ സാധുക്കളൊക്കെ പാക്കറ്റായിട്ട് സഞ്ചിയായിട്ട് ഇങ്ങനെ വരും. വന്നിട്ട് താഴെ വീണ് എടുത്തോളി എന്ന് പറയും. അദ്ദേഹം ഒരു വർഷത്തേക്കുള്ള ചെലവിന് പാകത്തോട് മാറ്റി വെച്ച് ബാക്കി അതാ അവിടെ വെച്ചതൊക്കെ എടുത്തോളി എന്ന് പറയും. അപ്പൊ കുറച്ച് മരത്തിനല്ല, അതും പറിച്ചോളി എന്ന് പറയും. അങ്ങനെ നല്ലൊരു ധർമ്മിഷ്ഠനായിരുന്നു ബാപ്പ. അതുകൊണ്ട് വർഷാവർഷം അല്ലാഹു തആല ഒരു ഇഞ്ചും കുറക്കാറില്ല. കൊടുക്കുന്നവർക്ക് അല്ലാഹു കുറക്കൂല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ കേട്ടൊരു വാർത്തയെ പറ്റി. ഒരാൾ മരുഭൂമിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ അശരീരി കേൾക്കുന്നുണ്ട്, ഇസ്ഖി ഹദീഖത ഫുലാൻ, ഇസ്ഖി ഹദീഖത ഫുലാൻ. ആ മനുഷ്യന്റെ തോട്ടത്തിലേക്ക് വെള്ളം കൊടുക്കൂ, വെള്ളം കൊടുക്കൂ, വെള്ളം കൊടുക്കൂ. അപ്പൊ എവിടുന്ന ഈ ശബ്ദം എന്നറിയാൻ വേണ്ടി കേട്ട ആളിങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു തോട്ടത്തിന്റെ ഉടമ വെള്ളം അങ്ങനെ തിരിച്ചു വിടുന്നുണ്ട് ചാലാക്കിയിട്ട്. ആ തോട്ടത്തിലേക്ക് മാത്രം മഴ പെയ്യുന്നുണ്ട്. വലത്തെ ഭാഗത്ത് തോട്ടുണ്ട്, അവിടെ മഴയല്ല. ഇടത്തെ ഭാഗത്ത് തോട്ടുണ്ട്, അവിടെയും മഴയല്ല. ചുറ്റുഭാഗങ്ങളും തോട്ടം, അവിടെ ഒന്നും മഴയല്ല. അപ്പൊ ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് അത്ഭുതമായി. അപ്പൊ ഒരു പേര് പറയുന്നുണ്ട്, ഇസ്ഖി ഹദീഖത ഫുലാൻ എന്നുള്ളോർത്താ ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇന്നാലാളെന്ന പേര് പറയുന്നുണ്ട്. അപ്പൊ ആ പേര് കേട്ടിട്ട് നടന്നു പോകുന്ന ആൾ ചോദിച്ചു, നിങ്ങളെ പേരെന്താ? അപ്പൊ അശരീരി കേട്ട, വാനലോകത്തുനിന്ന് കേട്ട ശബ്ദത്ത് അതേ പേരാണ്. നിങ്ങളെ പേരാണ് ഇപ്പൊ കേട്ട്, അത് എന്റെ പേരാണ്. നിങ്ങൾക്ക് മാത്രമാണല്ലോ മഴ, അത് എനിക്ക് മാത്രം മഴ. അതെങ്ങനെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സ്വഭാവമുണ്ട്. എല്ലാ വർഷവും ഞാൻ ഇതിൽ നിന്ന് കായ്ക്കനികൾ പറിച്ചു കൊണ്ടുപോകുമ്പോ ഞാനത് 3ആയി ഭാഗിക്കാറുണ്ട്. ഒന്ന് എനിക്കും എന്റെ കുടുംബത്തിനുമുള്ള ചെലവിനാണ്. മറ്റൊന്ന്, ഇനിയും ഇതിൽ കൃഷി ഇറക്കാൻ ഒരു ചെലവ് വേണമല്ലോ, കൃഷി ഇറക്കാനും അതിന്റെ ചെലവ്, അതിനൊന്ന്. അതിന്റെ 3ാമത്തൊരു ഭാഗം അതിൽ ഫുഖറാഇ വൽ മസാകീൻ, ഫഖീറുമാർക്ക്, മിസ്കീന്മാർക്ക്. ഇത് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു പന്തല് കെട്ടിയിട്ട് ചിരങ്ങ അങ്ങോട്ട് വന്നാൽ ആദ്യം പറിക്കുന്ന 4-5 ചിരങ്ങ എന്താ ചെയ്യല്?
ഉമ്മാമാർ പറയും പിന്നെ ഇതൊന്നും അവിടെ കൊണ്ടു കൊടുക്കുക, പൈസ അങ്ങനെയല്ല, അവിടെ കൊണ്ടു കൊടുക്കുക. അയലക്കാർക്കൊക്കെ കൊടുക്കും ഒരു 4-5 ചരങ്ങ്. അതുകൊണ്ട് ആ വർഷം കിട്ടുന്ന ചുരങ്ങ് ഒറ്റൊന്നും കുറയില്ല. ഇത് മുഴുവനും അവനാമ്പടിയിലേക്ക് പോന്നപ്പോൾ ആ വള്ളിയിൽ അപ്പം കാണുന്നത് പിന്നൊറ്റ വള്ളിയിലുമില്ല. ഓ, ഒരു 10-20 ചരങ്ങ പറിച്ചിട്ട് ആ ചെങ്ങ ഒന്നുകൂടി തന്നീരല്ലേ. ഒരാൾ ബർക്കത്തിന് വാക്ക് പറഞ്ഞാ അതോടെയൊക്കെ പോയി. അല്ല, അങ്ങനെയല്ലേ നാട്ടിലെ സ്വഭാവം. പഴയ കാലത്ത് ഈ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സ്വഹാബത്തിന്റെ പതിവെന്താ, കാരക്കങ്ങനെ ആദ്യഘട്ടത്തിൽ കാരക്കങ്ങനെ പറിക്കുമ്പോ ആദ്യം കൊട്ടയിലേക്ക് പറിച്ച ആദ്യ കാരക്ക, അതിനെന്താ പറയാ, നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്തൊരു പേര് പറയുന്നത് എന്താ പറയുക, മൂപ്പ് പറയും. ആദ്യത്തെ പറിച്ചതാണ്. ഈ കൊട്ടയിൽ ആദ്യം കൊണ്ട് പറിച്ചിട്ട് നേരെ ചൊല്ലും ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഇന്ന് കാരക്ക പറി തുടങ്ങി, ഇത് ആദ്യം പറിച്ചാണ്. അവിടെ സ്വഹാബത്തിനൊക്കെ തങ്ങൾ എടുത്തു കൊടുത്തിട്ട് ബറക്കത്തിന് ദ്വാരക്കും. എന്താണ് അവർക്കൊക്കെ കിട്ടിയ സംഭവം എന്നറിയാം നിങ്ങൾ? ഇതവരൊരു പതിവായിരുന്നു. അസ്ഹാബു സുഫ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ആദ്യം പറിച്ച കൊട്ടയിലെ കാരക്കകൾ. ആ മദീനത്തെ പള്ളിയിലെ തിണ്ണയിൽ നിന്ന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ ബറക്കത്ത്, അവരെ ദുആഇന്റെ ഹംദിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവർക്ക് കൊടുത്ത ഐശ്വര്യത്തിന് കയ്യും കണക്കില്ലായിരുന്നു. കാരണം അല്ലാഹുവാണ് ഈ തോട്ടത്തിലൂടെ എനിക്ക് സമ്പത്ത് തരുന്ന ആൾ, അല്ലാഹുവാണ്. ഇതുണ്ടായിരുന്നു, തേങ്ങ പറിച്ചാലൊക്കെ ഉണ്ടായിരുന്നു. 2-3 തേങ്ങ കൊടുക്കും, അല്ലെങ്കിൽ ഇളനീര് 2 പറിക്കും. അപ്പൊ അപ്പുറത്തുള്ള തേങ്ങ പറിക്കും നോക്കി നിൽക്കുന്ന ഒരാളുണ്ട് ആ തോട്ടത്തിൽ. ഇനിയിപ്പോൾ അയാൾ ബർക്കത്തിന് നോക്കിയിട്ടൊന്നും സംഭവിക്കണ ഒരു ഇളനീരാക്കൂട്ടാ, ഒരു ഇളനീര് നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അപ്പൊ അയാൾ ആ കറുത്ത കണ്ണാണ് പോയിട്ട് കണ്ണ് നേർക്കുള്ള കണ്ണാവും. കാരണം അയാളെ ഒന്ന് പരിഗണിച്ചു, അയാൾ കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ആളൊന്നുമല്ല. എന്നാലും സന്തോഷം, എത്രയും തേങ്ങ അല്ലാഹു തന്നില്ല, ഒരു ഇളനീരാക്കൊണ്ട് കൊടുക്കുക. അതുകൊണ്ട് പിറ്റത്തെ കൊല്ലം നോക്കുമ്പോ തെങ്ങിനെ കുറ്റം പറയേണ്ട സ്വഭാവമല്ല. പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, തെങ്ങിനെ കുറ്റം പറഞ്ഞ് തെങ്ങിനാണ് സൈഡാക്കി ഒരു ഭാഗത്തേക്ക്. പിന്നെ തെങ്ങിന്റെ സ്ഥാനത്ത് ചിലതൊക്കെ കയറി വന്നപ്പോൾ പിന്നെ അതിന് കുറ്റം പറഞ്ഞ അതിന് സൈഡാക്കി. ഇനിയിപ്പോൾ ഇതിനെ പറയേണ്ടിയെന്നറിയില്ല എല്ലാത്തിനും. നിങ്ങൾ നോക്ക്, തെങ്ങിൽ നിന്ന് കൂടുതൽ തേങ്ങ പറിക്കുന്നിടത്തൊക്കെ കാണാം, എല്ലാ സ്ഥലത്തും പോയാൽ നമുക്ക് കാണാൻ പറ്റും. അവർ ഇളനീര് 1-2 ഇളനീരിട്ട് ആ പറിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും 1-2 ആൾക്കാരനെ അവർക്കൊന്ന് കൊടുക്കും, ഒരു സ്വതക്കയായിട്ട്, ഒരു സംഭാവന. അപ്പൊ അത് കിട്ടിയെന്നുള്ള ഒരു സ്വതക്ക കൊടുക്കുകയാണ്. കിട്ടീന്റെ പകുതി കാൽഭാഗമൊന്നുമില്ല, എന്നാലും കൊടുത്തല്ലോ. ഈ ഭാപ്പാന്റെ സ്വഭാവം അങ്ങനെ. അപ്പൊ ആ തോട്ടത്തിൽ നിന്ന് ഇസ്കി ഹദീഖത ഫുലാൻ എന്ന് പറഞ്ഞ തോട്ടത്തിന്റെ ഉടമക്ക് മാത്രം അല്ലാഹു മഴ കൊടുത്തത്. ആ തോട്ടത്തിന്റെ ഉടമ മാത്രമാണ് ഫക്കീറുമാരെയും മിസ്കീന്മാരെയും പരിഗണിക്കുന്നത്. ആ തോട്ടത്തിന്റെ ഉടമ മാത്രമാണ് അല്ലാഹു പരിഗണിക്കുന്നവരെ പരിഗണിക്കുന്നവൻ. ഈ സമുദായത്തിൽ അല്ലാഹു ഏറ്റവും പരിഗണിക്കുന്നത് ആരെയാണ്? ഫുഖറാ മസാക്കീനെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇത്വലഅതു ഇലാ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരിലേക്ക് ഞാനൊന്ന് എത്തി നോക്കി. ഇസ്രാ മിറാജിന് പോയപ്പോൾ സ്വർഗവാസികളിലേക്ക് ഞാനൊന്ന് എത്തി നോക്കി. ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ, സ്വർഗത്തിലെ അധിക വിഭാഗത്തെ ബഹുഭൂരിപക്ഷം ആളുകളെ ഞാൻ കണ്ടത് ഫുഖറാഇനെയാണ്. ആ ഫുഖറ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവരെ സാധുക്കളല്ലേ ഇവർക്ക് ചതിയും മറ്റൊക്കെ കുറവാണ്, പാവങ്ങളായി ജീവിക്കുന്നവരല്ലേ. അവരോടുള്ള വല്ലാത്തൊരു സ്നേഹം, ആ സ്നേഹം കാണിക്കുമ്പോ റബ്ബ് തആല ഔദാര്യം കൂട്ടിക്കൂട്ടി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ വല്ലാത്ത ഒരു സന്തോഷം പലപ്പോഴും പല മഹാന്മാർക്കും കിട്ടിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞു നീട്ടുകയല്ല. നിങ്ങൾ നോക്ക്, പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുമ്പോൾ അല്ലാഹു ഇഷ്ടം പോലെ തരും, വിചാരിക്കാത്ത മാർഗത്തിലൂടെ തരും. അതാണ് അവിടെ തോട്ടത്തിന് വെള്ളം കൊടുക്കാൻ കാരണം. ഇരിക്കട്ടെ, ബാപ്പങ്ങനെ എല്ലാ വർഷവും ഫുഖറായിന് കൊടുക്കും. ബാപ്പ മരിച്ചപ്പോ മക്കള് പറഞ്ഞു, ബാപ്പ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യാണെങ്കിൽ നമുക്ക് പ്രയാസം വരും. അതെന്താ അവർ പറയാൻ കാരണം അറിയോ? ഇവര് 3 മക്കളെന്ന് ബാപ്പാക്ക് ഉണ്ടായിരുന്നു, 3 ആൺകുട്ടികൾ. അപ്പൊ അവര് പറഞ്ഞു, അന്ന് നമ്മള് ബാപ്പാക്ക് 3 ആളായിട്ട് ബാപ്പാക്ക് എല്ലാവർക്കും കൊടുക്കാൻ സുഖമാണ്, നമുക്കൊന്ന് ഓരോരുത്തർക്കും എത്രണ്ണുണ്ട്.
അള്ളാഹു തആല മറക്കാൻ പാടില്ലല്ലോ. നമ്മള് ബാപ്പ അന്ന് അങ്ങനെ ഒരു വർഷത്തേക്കുള്ള എടുത്തു വെച്ച് ബാക്കി കൊടുത്തത് അത് ബാപ്പ കൊടുക്കാം. എന്തേ, നമ്മൾ 3 മക്കളല്ലേ എന്നുള്ളൂ. ഇനി നമ്മൾ ഓരോരുത്തർക്കും തന്നെ എത്ര മക്കളുണ്ട് അവിടെ കൊടുത്താൽ ഉണ്ടാകൂല. അതന്നെ നമ്മൾ ചിന്ത അങ്ങനെ തന്നെയല്ലേ. നമ്മളെ ബാപ്പാന്റെ ആണ്ടും വല്യപ്പാന്റെ ആണ്ടൊക്കെ കഴിച്ചു. ആ ബാപ്പാന്റെ സ്വത്തിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ധാരണ എന്താ, ഒരു കൊല്ലം ആദ്യത്തെ ആണ്ടാന്നൊക്കെ പറയുമ്പോൾ കുറച്ചാളെങ്ങനെ, രണ്ടാമത്തെ കൊല്ലം ഇങ്ങനെ ഒന്ന് കൂടിയിട്ട് രണ്ടാമത്തെ ആണ്ടാ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ബഖീൽ ചോദിക്കും, ബഖീലായ ഒരു മകനോ മകളോ. എന്നോട് വിഷമം കാണിക്കണ്ട, നിങ്ങൾ ബഖീലായപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, ബഖീലായ മകനോ മകളോ ചോദിക്കും. രണ്ടാമത്തെ ആണ്ടല്ലേ അത്. ആ പള്ളിയെ 4 ഉസ്താദുമാരെയും ബാപ്പാന്റെ ഒരു കൂട്ടുകാരുണ്ട്, ആ പീഡിയക്കാർ ഒരെണ്ണം വിളിച്ചാൽ 5 ആള്, തോനാളൊന്നും വേണ്ട. 3-ാമത്തെ ആണ്ടായ ഇനിയിപ്പോൾ അതങ്ങനെ കഴിക്കണ്ട, എല്ലാവരും യാസീനോദ്യാ മതി. കഴിഞ്ഞില്ലേ ആണ്ട്. ആ ബാപ്പാൻ്റെ അടുത്ത് ബാപ്പാൻ്റെ ആണ്ട് കഴിച്ചപ്പോൾ എത്ര പ്രാവശ്യം ഭക്ഷണം തിന്നവരാ നമ്മൾ. ആ ഒരു ബോധമെങ്കിലും നമ്മുടെ ശിരകളിൽ വേണ്ടേ. ആ ബാപ്പുണ്ടായ സമയത്ത് ഓരോ റബീഉൽ അവ്വലും റബീഉൽ ആഖിറും മഹാന്മാരെ അനുസ്മരിച്ചിരുന്നു ഭവനങ്ങളിൽ. മാറാരോഗങ്ങൾ ബാപ്പുള്ള സമയത്ത് വീട്ടിലില്ല, വല്ലിപ്പുള്ള സമയത്ത് വീട്ടിലില്ല. കാരണം അവരൊക്കെ മഹാന്മാരെ അനുസ്മരിച്ചിരുന്നു, അതിന് ഭക്ഷണവും വിതരണം ചെയ്തിരുന്നു. റിഫായി ശൈഖ് തങ്ങളെ മാസം വരുമ്പോ റിഫായി മാല ചൊല്ലിയിരുന്നു. മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മതുൽ കബീറെന്ന് ചൊന്നോവർ. മാലങ്ങനെ ചൊല്ലി മദ്ഹൊക്കെ കറാമത്തൊക്കെ പറഞ്ഞ് ഇരവൊക്കെ പറഞ്ഞ് യാസീനോദി വല്ലിപ്പാർക്കും ഉസ്താദുമാർക്കും കൂട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ ഹദിയ ചെയ്ത് നല്ല ഭക്ഷണം കൊടുത്തിരുന്നു. ബാപ്പാക്ക് ചെറിയ പണിയാണെങ്കിലും അള്ള കൊടുത്ത ബറക്കത്ത് വലുതായിരുന്നു. നമ്മുടെ കയ്യിൽ വലുത് കിട്ടിയിട്ടും ചെറിയ ആവശ്യത്തിന് പോലും തികയുന്നില്ല. കാരണം ബാപ്പാന്റെ സബീല് വിട്ടുപോയി, ബാപ്പ കൊണ്ടുവന്ന സബീല് വിട്ടുപോയി. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചു നോക്കൂ. 10 കൊല്ലമായി ബാപ്പ മരിച്ചവർ ഈ സദസ്സിലില്ലേ? 10 ആണ്ടും 100 ആളെ വിളിച്ചോ 50 ആളെ വിളിച്ചോ കഴിപ്പിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, എത്ര നല്ല മനുഷ്യന്മാർ ഇന്നുണ്ട്. ഞാനിപ്പോ അടുത്ത് തിരുവനന്തപുരത്ത് പോയപ്പോ അവിടെ ഒരു വലിയ സമ്പന്നനുണ്ട്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു, സമ്പന്നനാണെങ്കിൽ മുപ്പരപ്പുരക്ക് ആകണം. എന്നും ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടേ കട തുറക്കും. ഉമ്മാക്കും ബാപ്പാക്കും അവരെ സ്വത്തിൽ നിന്ന് എടുത്തിട്ട് അവരെ പേരില് പള്ളിയും മദ്രസയും ഉണ്ടാക്കിയിട്ട് വഖഫ് ചെയ്ത് കൊടുത്ത മകനാ. വർഷാവർഷം 400, 500, 600 ആളുകളെ വിളിച്ചിട്ട് ആണ്ട് കടിക്കും. ബാപ്പാക്കും ഉമ്മാക്കും ഒരു യാസീന് ഭക്ഷണം കൊടുക്കും അവരുടെ പേരിൽ. അതാണ് സത്യത്തിൽ സമ്പന്നത്തുണ്ടാകുന്ന സമയത്ത് അവരോട് ചെയ്യേണ്ട ഒരു നന്ദി. അതാണ് എന്തെങ്കിലും കാലത്ത് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണോ ബാപ്പക്കും ഉമ്മക്കുള്ള ദുആവും ഹദിയയും? 2 കൊല്ലം നിന് കാലാവധി ഉണ്ടോ? 3 കൊല്ലം കാലാവധി ഉണ്ടോ? 4 കൊല്ലം ഉണ്ടോ? നീ മരിക്കുന്നത് വരെ എന്നാണ് അതിന്റെ കാലാവധി. എന്നാണ് അവസാനിക്കുക. അവർക്ക് ചെയ്യേണ്ട ഹദിയകൾ, ഇസ്തിഗ്ഫാറുകൾ, ദുആകൾ അതിന് എന്ത് പറഞ്ഞിട്ടുണ്ടോ? 2 കൊല്ലം 3 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടോ? താമസിക്കുന്നത് ജീവിക്കുന്നത് അവരുണ്ടാക്കിയ സമ്പത്തിലല്ലേ, അത് വികസിപ്പിച്ചല്ലേ മുന്നോട്ട് നീങ്ങുന്നത്. വർഷത്തിൽ ഒരു 100 പേരെ വിളിച്ച് പോകട്ടെ, ഒരു 50 പേരെ വിളിച്ചൊന്ന് ഭക്ഷണം കൊടുക്കാൻ. 1-ാമത്തെ വർഷം നമ്മൾ റെഡിയായിരുന്നു. വീതം വെച്ചപ്പോ നമ്മളെ മനസ്സിനൊക്കെ ആ സ്നേഹം അലിഞ്ഞുപോയി, ഒടിവാഴിപ്പോയി. അതുകൊണ്ട് മഹാദുരന്തങ്ങൾ നമ്മെ തേടി വന്നു. വർഷാവർഷം ബാപ്പുണ്ടാകുമ്പോ മൗലിദ് കഴിച്ചിരുന്നു, സ്നേഹികളെ വിളിച്ചിരുന്നു. അത് അവരുമായി ബന്ധം മടുക്കാൻ ഒരു കാരണമായിരുന്നു. കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് വിളിച്ച് വർഷത്തിൽ ഭക്ഷണം കൊടുക്കലൊക്കെ ആയല്ലോ. ബാപ്പ സുഹൃത്തുക്കളെ വിളിക്കും, ഉസ്താദുമാരെ വിളിക്കും, ഫക്കീറന്മാരെ വിളിക്കും, യത്തീമുകളെ വിളിക്കും, മിസ്കീന്മാരെ വിളിക്കും. ബാപ്പ അങ്ങനെ വിളിക്കും. ഒരു 100-150 ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കും. നബിതങ്ങളെ മധുഹും ചൊല്ലും. അതിലൊക്കെ സന്തോഷത്തോടെ പങ്കെടുക്കും. നമ്മളെ കയ്യിലേക്ക് അതങ്ങ് കൈമാറിയപ്പോ ബാപ്പ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അള്ളാഹു നമുക്ക് സ്വത്ത് തന്നിട്ടുണ്ട്. ഈ കിട്ടിയത് നമുക്ക് കിട്ടിയത് അധികമാണ്, എക്സ്ട്രയാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ ബാപ്പ താമസിച്ച വീടിനേക്കാൾ സൗകര്യമുണ്ട്. അങ്ങനെ ഒരു സമ്പ്രദായമില്ല. പള്ളിയിലൊക്കെ നമ്മൾ കൂടും, പായസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടുന്ന. ആരോ വകയ പായസം എന്നൊക്കെ ചോദിക്കും. ഇന്ന് ആരോ വകയ പായസം?
അള്ളാഹുത്താല 25 കൊല്ലത്തെ ആയുസ് കൊടുക്കണം, ഈ പായസം 25 കൊല്ലം കുടിച്ചാലോ? അതൊക്കെ നമ്മൾ പറയാൻ റെഡിയാ. അവനാന്റെ പുറയിലും നടത്തണ്ടേ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ബർക്കത്തിന്റെ കുറവാണ്, നമുക്ക് ഇല്ലാത്ത ബർക്കത്തിന്റെ കുറവാണ്. വലിയ വലിയ ആൾക്കാർ, പഴയ കാലത്തുള്ള ആൾക്കാരുണ്ടായപ്പോൾ അവരൊക്കെ പതിവാക്കിയിരുന്നു. എനിക്കും ഓർമ്മയുണ്ട്, എൻ്റെ വലിയപ്പ തിങ്കളാഴ്ച രാവായ പറയും, മനെ ഒരു മൊയ്തിമാല ചൊല്ലിക്കാന്ന് കേൾക്കട്ടെ. മൊയ്തിമാല ചൊല്ലിയാൽ എന്താ ഉണ്ടാകുക? അന്ന് ചായയും കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി, അതാണ് അന്ന് അത്രയല്ലേ ഉള്ളൂ. അവർ ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അതിൽ സന്തോഷം കൊള്ളും. ലാസ്റ്റ് അതിൻ്റെ ഇരവും ചൊല്ലിയിട്ടൊന്നും ഇതായിരിക്കും. മൊയ്തിമാല ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നത് തെറ്റാ, വലിയപ്പോൾ തിരിച്ചു വരും. ഓൾക്ക് നമ്മളെക്കാളും അറിയും. എഴുതാനൊന്നും അറിയില്ലാറുണ്ട്, അതൊക്കെ നന്നായി ചൊല്ലാനറിയും. അപ്പോഴാണ് നമുക്കറിയാം നമുക്കൊന്നും അറിയില്ല. നമ്മളാ അറബി മലയാളം എങ്ങനെ ചൊല്ലുമ്പോൾ അവർ ഒന്നുകൂടി ചൊല്ലുക, തെറ്റികൾ അറിയും. കാരണം നമ്മൾ മേലുള്ള താഴെയുള്ളൊക്കെ കൂട്ടി അങ്ങോട്ട് വായിച്ചതായിരിക്കും. ചിലതൊക്കെ പ്രിന്റിങ്ങിൽ തന്നെ തെറ്റുണ്ടാകും, തെറ്റിച്ചതും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമല്ലോ. തെറ്റിച്ചോ കാണാം, മാലയിൽ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഇതൊരു നിലക്കും ശരിയാവില്ലല്ലോ എന്ന് കാണും. പക്ഷെ പ്രിന്റിങ് മിസ്റ്റേക്കാണ്. വിഷയം അറിഞ്ഞാലല്ലേ മാറ്റാൻ പറ്റുള്ളൂ. നഫീസത്ത് മാലയിലും മറ്റു മാലയിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ അവർക്ക് തെറ്റില്ല, കാരണം അവർ തെറ്റില്ലാത്ത പ്രിന്റിൽ ചൊല്ലി പഠിച്ചവരാണ്. അപ്പൊ അവർ നമുക്ക് തിരുത്തി തരും. അവർ ഈ മതവും കറാമത്തൊക്കെ ഇട്ടിട്ട് പലതും ഇങ്ങനെ പറയുമ്പോൾ നമ്മളോട് ചോദിക്കും, മനസ്സിലായോ? ഇല്ല, അത് ഇന്ന ചരിത്രമാണ് പറഞ്ഞത്. കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല. കശമേറും രാവിൽ, കൂരാക്കൂരിട്ടുള്ള രാത്രി, കശമേറും രാവിൽ നടന്നു പോകുമ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ കൈവിരൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്ന് ഉദിച്ചിരുന്ന കറാമത്തിന്റെ പ്രകാശം കൊണ്ട് നടന്നുപോയി എന്നാണ് അബേത്തിൽ പറയുന്നത്. ഓരോ വരിയും ചൊല്ലുമ്പോൾ അതിന്റെ ചരിത്രം അങ്ങനെ പറയുമ്പോൾ എന്തൊരു സന്തോഷ. ഇന്നത് പാടാൻ കിട്ടണ്ടേ, എന്നിട്ട് ബാക്കിയുള്ളത് ചൊല്ലാൻ കിട്ടണ്ടേ. ഇത് ചൊല്ലി ശീലമാക്കുന്ന ഒരു സ്വഭാവം ഉമ്മമാരുള്ള വീട്ടിലൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾ ദായിമാക്കണം. മഹാന്മാരുടെ അനുസ്മരണം, അവരെ കാവലും നമ്മൾ ആ അഡ്രസ്സിൽ നിന്ന് ഒരിക്കലും തെറ്റാൻ പാടില്ല. അത് നമ്മളെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ എവിടെ തെറ്റിയോ അവിടെയാണ് നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിനെ നീറുന്ന വിഷയങ്ങളും രോഗങ്ങളും ഒക്കെ വരാനുള്ള കാരണം. ഇപ്പോഴും സന്തോഷം. ഉസ്താദുമാരൊക്കെ പറയും, ഒരു പൊരയിലാരാ? പൊരയിൽ പെണ്ണുങ്ങളും കുട്ടികളും ഒറ്റക്കുള്ളൂ, വേറെ ആരുമില്ല. വേറെ ആരെന്തിനാണ്? എന്നും ഹദ്ദാദുള്ള വീടല്ലേ, അതന്നെ വലിയ കാവല്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഹദ്ദാദുള്ള വീട് എന്നും ഹദ്ദാദല്ലേ? ആഴ്ചയിൽ ഒരിക്കലേ ഹദ്ദാദുള്ളൂ? ഹദ്ദാദ് എന്നുണ്ട്. ഹദ്ദാദ് റാത്തീബാണ്, പതിവായി ചൊല്ലുന്നതാണ്. അതിൽ കാവലിന് പറയുന്ന ദിക്റിനെക്കാളും വലിയ ദിക്ർ ഏതാ ഉള്ളത്? ഇന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഹദ്ദാദിൽ ചോദ്യമുണ്ട് അല്ലേ? അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. ചൊല്ലി, അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. മുസ്ലിങ്ങളെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. സ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. ശല്യപ്പെടുത്തുന്നവരുടെ കെടുതിയെ അല്ലാഹു തിരിച്ചു കളയട്ടെ. എത്ര വലിയ ദുആയാണത്. പണ്ടക്കും പണ്ടേ ചൊല്ലി വരുന്ന ദുആയാണത്. കൊല്ലത്രായി ചൊല്ലാൻ തുടങ്ങിയിട്ട്. ഹദ്ദാദ് റാത്തീബിന്റെ ഷെയ്ഖായ അബ്ദുല്ലാഹ് അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് വർഷം 300 കഴിഞ്ഞില്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഈ പതിവൊന്നും തെറ്റിക്കരുത്. ആ മക്കള് പറഞ്ഞു, ബാപ്പ ചെയ്യും പോലെ നമ്മൾ ചെയ്താൽ നമ്മൾ കുടുങ്ങിടോ. വനഹനു ഉലു ഇയാലിൻ, നമ്മൾക്ക് ബാപ്പനേക്കാൾ കൂടുതൽ മക്കളുണ്ട്. അതുകൊണ്ട് അവർ സത്യം ചെയ്ത് പറഞ്ഞു, മിസ്കിന്മാരെ പേടിച്ച്. മിസ്കിന്മാരെ ഏകദേശം ഒരു സൂര്യ ഉദിച്ചിട്ടൊക്കെ വരിക. അതുകൊണ്ട് സുബിഹിയാകുമ്പോ തന്നെ പോയി മുറിച്ചെടുത്ത് അരിഞ്ഞെടുത്ത് ചാക്കിലാക്കിയിട്ട് വേഗം കൊണ്ട് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ അവർ തീരുമാനിച്ചവർ സത്യം ചെയ്ത് പറഞ്ഞു, ഇത് അഖ്സമൂല സുരിമുന്നഹാ മുസ്ബിഹീൻ. അവർ സത്യം ചെയ്ത് പറഞ്ഞു, ലേ സുരിമുന്നഹാ, പഴങ്ങളെ മുഴുവനും മുറിച്ചെടുക്കണം. മുസ്ബിഹീന, ഫഖീറന്മാര് വരുന്നതിന്റെ മുമ്പ് സുബ്ഹിക്ക് തന്നെ. ദാഖിലീന ഫിസ് സുബ്ഹി ഖബല ഇന്തിശാരിൽ ഫുഖറാഇ, ഫഖീറന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പറമ്പിലെത്തുന്നതിന്റെ മുമ്പ് മുഴുവനും മുറിച്ചെടുത്ത് കൊണ്ടുപോകണം. വലാ യസ്തസ്നൂൻ, അവർ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് വലിയൊരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാന്നാണെങ്കിൽ അവർക്ക് അങ്ങനെ തോഫീക്ക് കിട്ടൂലായിരുന്നു.
അങ്ങനെ ആ കാര്യത്തിന് അങ്ങ് തോഫി. ഇൻഷാ അല്ലാഹ് അവർ പറഞ്ഞില്ല, കാരണം അവർ ഉദ്ദേശപ്പുറത്ത് ഇതാണല്ലോ. അതുകൊണ്ട് അയ്മൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് അവർക്ക് വരാൻ തോഫീക്ക് ഉണ്ടായില്ല, അത് വേറെ സബബും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പുറപ്പെടുന്നാണെങ്കിൽ അവർ പുറപ്പെടുന്ന നേരം ഫക്കീർമാർ പിന്നെ നേരൊക്കെ ഒന്നാകും. അപ്പൊ അവർക്ക് പിന്നെയും കൊടുക്കേണ്ടൊക്കെ വരും. കൊടുക്കും സ്വാഭാവികമായിട്ട്. വാപ്പ കൊടുത്തല്ലേ ഇങ്ങനെ കൊടുക്കാതിരിക്കുക, ഇക്കൊല്ലെങ്കിൽ എന്നോട്ട് അടുത്തല്ലോ പിന്നെ അങ്ങനെ ആക്കാന്നൊക്കെ പറഞ്ഞേക്കും. പക്ഷെ അതിനൊന്നുമില്ലാതെ ഉറപ്പിച്ച് തീരുമാനിച്ചു സുബൈക്കന്നെ പോകണം. അല്ലാഹു തആല പക്ഷെ ആ കൂട്ടത്തിൽ ചില ആൾക്കാരൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഉദ്ദേശമല്ല ഞാൻ പുറപ്പെടൂല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരു പുറപ്പെട്ടിട്ടില്ല, പക്ഷെ അവർ ഈ സംഭവങ്ങളൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ തോട്ടത്തിന്റെ മേൽ ചുറ്റിപ്പൊതിഞ്ഞു ത്വായിഫുൻ, ഒരു വല്ലാത്ത പരീക്ഷണം. ത്വായിഫ് എന്ന് പറഞ്ഞാൽ ചുറ്റുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ തോട്ടത്തിന്റെ ഒരു ഭാഗം വന്നില്ല, തോട്ടം മൊത്തം ഈ ബലാവ് പെട്ടിട്ടുണ്ട്. ത്വായിഫുൻ മിർ റബ്ബിക വഹും നായിമൂൻ. അല്ലാഹു തആല ഒരു തീക്കാറ്റിനെ ഇറക്കി, എന്നിട്ട് ആ തോട്ടം കരിച്ചു കളഞ്ഞു അവർ ഉറങ്ങുന്ന സമയത്ത്. ഫഅസ്ബഹത് കസ്വരീം, രാവിലെയായി നോക്കുമ്പോ കസ്വരീം, ആ തോട്ടം കത്തിക്കരഞ്ഞ് കറുത്തിരുണ്ടതായി പോയി. ഫതനാദൗ മുസ്ബിഹീൻ, നേരം വെളുക്കുമ്പോൾ അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു അനിഗുദു, രാവിലെ പോകണം, അതിരാവിലെ പോകണം. അനിഗുദു, അതിരാവിലെ പോകണം. ഉദുവ് അശീ എന്നൊക്കെ പറയാറില്ല. അനിഗുദു അലാ ഹർത്തിക്കും, നിങ്ങളെ കൃഷിയിടത്തിലേക്ക് രാവിലെ പോകണം. ഇൻകുന്തും സ്വാരിമീൻ, മുറിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ. ഫന്തലഖൂ വഹും യതഖാഫതൂൻ, സ്വകാര്യം പറഞ്ഞിട്ട് അവർ പോയി. മിസ്കീന്മാരൊന്നും കേൾക്കരുത് എന്ന് കരുതിയിട്ട്. അല്ലാ യദ്ഖുലന്നഹല്ലു അലൈക്കും മിസ്കീൻ, ഒറ്റ മിസ്കീൻ ഒന്ന് വരരുത് കേട്ടോ, അതിനൊന്നും സൗകര്യം ഉണ്ടാകരുത്. വേമേ നടക്കി പെട്ടെന്ന് മുറിച്ച് പെട്ടെന്ന് ചാക്കിലായി കൊണ്ടുവരണം. വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ, കൊടുക്കൂല എന്നുള്ള മനസ്ഥിതിയോടെ മുഴുവനും മുറിച്ചെടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അവർ പോയി. വഗദൗ അലാ ഹർദിൻ, കൊടുക്കൂല എന്നുള്ള ഉദ്ദേശത്തോടെ പോയി. ഒരർത്ഥം അങ്ങനെയാണ്. അല്ലെങ്കിൽ വഗദൗ അലാ ഹർദിൻ, ഹൈ സ്പീഡിൽ അവർ പോയി. ഖാദിരീന, ഇതൊക്കെ മുറിച്ചെടുത്ത് കൊണ്ടുവരാൻ കഴിവുണ്ട് എന്ന ധാരണയിൽ. ഫലമ്മാ റഔഹാ ഖാലൂ ഇന്നാ ലളാല്ലൂൻ, തോട്ടം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു നമുക്ക് വഴിതെറ്റിപ്പോയി. ഇല്ലല്ല, വഴിയൊന്നും തെറ്റിയിട്ടില്ല. തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന വഴി ഇതാ ചിലരൊക്കെ കാണിച്ചു കൊടുത്തു. മറ്റേ ഭാഗത്തെ വഴിയതാ അവിടെ ഉണ്ട്. അവർക്ക് മനസ്സിലായി. ബോധ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ബൽ നഹ്നു മഹ്റൂമൂൻ, നമുക്കിതൊക്കെ ബഹിഷ്കരിക്കപ്പെട്ടു പോയി, നമുക്ക് നന്മ തടയപ്പെട്ടവരായി. ഖാല ഔസതുഹും ഐ അഅദലുഹും, അവരിൽ ഒരു നല്ല നിലപാടുകാരൻ, ഉത്തമനായ വ്യക്തി, അഭിപ്രായം പറയാനും പ്രായം കൊണ്ടുമൊക്കെ മുതിർന്ന ആള്, അങ്ങനെയും അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഖാല ഔസതുഹും, അവരിൽ മുതിർന്നവൻ. എന്ത് മുതിർന്നവൻ? പ്രായം കൊണ്ട് മുതിർന്നവൻ, അല്ലെങ്കിൽ നന്മ പറഞ്ഞ അഭിപ്രായം പറയുന്നതിന് മുതിർന്ന ആള്. ആ മുതിർന്ന ആള് പറഞ്ഞു അലം അഖുല്ലകും ലൗലാ തുസബ്ബിഹൂൻ. മുതിർന്ന ആള് പറഞ്ഞിട്ടേ അള്ളാന്റെ ശിക്ഷ ഓർക്കണം കേട്ടോ. ബാപ്പ കാലങ്ങളോളായിട്ട് കൊടുത്തു വന്നതാണ്. ഒറ്റടിക്ക് നമ്മൾ ചേഞ്ച് വരുത്തുമ്പോ അള്ളാന്റെ അദാബ് ഓർക്കണം കേട്ടോ. അപ്പൊ ബാക്കി എല്ലാരും കൂടി എന്റെ പണിയൊക്കെ പോകുന്നു, ഈ ഒരു ഒറ്റയ്ക്ക് വലിയൊരാളായിട്ട് അങ്ങനെ അയാളാണ് വഷളാക്കി. അങ്ങനെയുള്ള പൊതുവെ ഉണ്ടാക്കുക. ഒരാളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിടത്ത് ബാക്കിയുള്ളവരും സപ്പോർട്ടില്ലെങ്കിൽ അയാളങ്ങോട്ട് വഷളാക്കിയിട്ട് അതിലേക്ക് കൂട്ടാനാണ് നോക്കുക. അങ്ങനെ ഇവരും അങ്ങനെ ചെയ്തു. ഈ നിശ്ചയങ്ങൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. ആ മുതിർന്ന ആള് പറഞ്ഞു ഈ തീരുമാനം മാറ്റണം, എന്നിട്ട് ദുഷിച്ച തീരുമാനം മാറ്റിയിട്ട് നിങ്ങൾ തൗബ ചെയ്യണം. അവർ അദ്ദേഹത്തെ ധിക്കരിച്ചപ്പോൾ അല്ലാഹു തആല വഷളാക്കി. ഇതുകൊണ്ടാ പിന്നീട് അവർ പറഞ്ഞത് സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. പിന്നെ അവർ തൗബ ചെയ്യാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു തൗബയിലേക്ക് അവർ കടക്കാണ്. അള്ളാഹുവിനോട് പറയാണ് പടച്ചോനെ നിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു, ഞങ്ങൾ അക്രമം ചെയ്തു പോയി, അനീതി ചെയ്തു പോയി, ഇത് വേണ്ടില്ലായിരുന്നു, ഞങ്ങൾക്ക് ഈ പറ്റിയതൊരു നിലക്കും പറ്റൂലായിരുന്നു, പരസ്പരം ആക്ഷേപിച്ചു, നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോയത്. ചിലര് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയാനുള്ളത്, നിങ്ങൾ ഈ അഭിപ്രായം പറയേണ്ടില്ലായിരുന്നല്ലോ, നിങ്ങൾക്കത് പറയാതിരുന്നാൽ നമുക്ക് അല്ലാഹു തആല ഖൈർ നൽകുമായിരുന്നല്ലോ. അവര് പറഞ്ഞു അല്ലാഹുവേ ഇനി ഇങ്ങനെ സംഭവിക്കൂല, ഇന്നാ കുന്നാ ത്വാഗീൻ, നമ്മൾ പരിധി വിട്ടവരായി, അല്ലാഹു വെച്ച വിധിവിലക്കുകളെ മറികടക്കുന്നവരായി. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ, കുറ്റം
കുറ്റം സമ്മതിച്ചതുകൊണ്ട് റബ്ബ് നമുക്ക് പകരം നൽകിയേക്കും. ഖൈറം മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. ഈ ആയത്തിൽ നിന്നൊരു ഗുണപാഠം പഠിക്കണം. എന്താ ഗുണപാഠം എന്നറിയോ സഹോദരങ്ങളെ? ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഒരു തെറ്റ് ചെയ്യാൻ ഒരാൾ കരുതി വന്നാൽ, ആ തെറ്റിലേക്ക് അയാൾ പോകുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു ശിക്ഷ കൊടുത്തേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ആയത്തിൽ നിന്ന് തെളിവെടുത്ത മഹാന്മാര് പറയാണ്, വഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ അലാ അന്നൽ അസ്മ അലൽ മാസിയത്തി മിമ്മാ യുആഖദു ബിഹിൽ ഇൻസാൻ. തെറ്റ് കരുതിയിട്ട് ഒരു വഴിയിലേക്ക് ഒരാൾ പോകുകയാണെങ്കിൽ തെറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ശിക്ഷ വന്നേക്കും. മുറിച്ചെടുക്കാൻ കരുതി ഇവർ പോയിട്ടേ ഉള്ളൂ. മുറിച്ചെടുത്തിട്ടുണ്ടോ? മുറിച്ചെടുത്തിട്ടില്ല. മുറിച്ചെടുക്കാൻ തൗഫീഖ് കിട്ടിയില്ല. മുറിച്ചെടുക്കാൻ നിശ്ചയിച്ച് പഴങ്ങളും കായ്ക്കനികളൊക്കെ കൊണ്ടുവരണം എന്ന നിശ്ചയം വന്ന് തോട്ടത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ തോട്ടം കരിഞ്ഞുപോയി. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ പ്ലാൻ ചെയ്യുന്നവർ കരുതുക, വലിയൊരു ദൃഷ്ടാന്തമാണ് ഈ ആയത്ത്. തെറ്റു ചെയ്യാൻ കരുതിപ്പോകുന്നതിന്റെ മുമ്പ്, വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹ് ശിക്ഷ തന്നേക്കാം. എന്ത് തെറ്റ് ചെയ്യാനാണോ കരുതി പോകുന്നത് ശ്രദ്ധിക്കണം. അള്ളാഹു നൽകുന്ന വലിയൊരു ചരിത്രമാണ്, വലിയൊരു പാഠമാണ്. ഇവര് മുറിച്ചെടുക്കാൻ തോട്ടത്തിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ തോട്ടത്തിലെ കായ്കനികളെ മുഴുവനും അള്ളാഹു കരിച്ചുണക്കിയില്ലേ? കറുത്തതുപോലെയായില്ലേ? മുഴുവനും രാത്രി പോലെ ഇരുൾമുറ്റിയതായില്ലേ? ആ സമയത്ത് അവര് തൗബയുടെ കവാടം തുറന്നു. അള്ളാഹുവിലേക്ക് അവർ പശ്ചാത്താപം നടത്തി. മക്കളെ, കുറച്ചു നേരം കൂടി ഒന്ന് കുറച്ചു നേരം ഒന്നിങ്ങോട്ട് നോക്കിയിരിക്കോ? കുറച്ചു നേരം ഇൻഷാ അല്ലാഹ്. അവര് പറഞ്ഞു, അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പകരം തന്നാൽ ഇതിനേക്കാളും നല്ലത് ബാപ്പ ചെയ്യും പോലെ ഞങ്ങൾ ചെയ്യും. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവര് പരസ്പരം പറഞ്ഞു തീരുമാനിച്ചു, ഇൻ അബ്ദലനല്ലാഹു ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ല തോട്ടം അള്ളാഹു പകരം തന്നാൽ. ശരിക്കും ശ്രദ്ധിക്കണം, തൗബ ചെയ്താലേ, ആ തൗബ ഇഖ്ലാസോടെയാണെങ്കിൽ ഇപ്പുള്ള അവസ്ഥയെ അള്ളാഹു തആല മാറ്റിയിട്ട് നല്ല അവസ്ഥ തരും. അതുകൊണ്ടാണ് നേരത്തെ ശൈഖുനാ ഉസ്താദ് അവർ പറഞ്ഞത്, അള്ളാഹുത്തേക്ക് ആഫിയത്തിൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമുക്ക് തോന്നി എന്താപ്പാ പറഞ്ഞോക്കപ്പ, സുബൈന്റെ മുമ്പ് എണീറ്റ് രണ്ടക്കാത്ത ഈ തണുപ്പത്തൊക്കെ ഇനിയിപ്പോ സുബൈന്റെ മുമ്പ് എണീക്കാൻ നിൽക്കുക. പക്ഷെ എന്താ, നമ്മളൊന്ന് ചേഞ്ച് വന്നാലേ ഈ അവസ്ഥക്കൊക്കെ മാറ്റം വരുള്ളൂ എന്നാ പറഞ്ഞത്. നമ്മൾ മാറണം. മാറാത്തത് കൊണ്ട് അള്ളാഹു തആല ഒരു മാറ്റം നമ്മളിൽ തരും. അത് അള്ളാഹു തആലാന്റെ തിയറി ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇവര് മാറിയിട്ട് ഇവര് പറയാണ്, അള്ളാഹു തആല ഇത്തന്ന തോട്ടത്തെക്കാളും ഖൈറായത് ഇനി തന്നാൽ ബാപ്പ കൊടുത്തതിനേക്കാളും നല്ലത് നമ്മൾ കൊടുക്കും. ബാപ്പ കൊടുത്തതുപോലെ എണ്ണം കുറക്കാതെ നമ്മൾ ചെയ്യും. അള്ളാഹുവിലേക്ക് അവർ താഴ്മയോടെ കേണപേക്ഷിച്ചു. ഫഅബ്ദലഹുമുല്ലാഹു തആല, അള്ളാഹു അവർക്ക് പകരം കൊടുത്തു അന്നത്തെ രാത്രിയിൽ തന്നെ. തഫ്സീറ വായിക്കുന്നത് മാഹുവ ഖൈറും മിൻഹാ, ഇതിനേക്കാളും നല്ല തോട്ടം. അതെന്താണെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു, ഇക്കത്തിക്കരിഞ്ഞ തോട്ടം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഷാം ഭൂമിയിലെ സുഅർ എന്ന പ്രദേശത്ത് കൊണ്ടുപോയിടുക. ഷാമിൽ നിന്നൊരു തോട്ടം കൊണ്ടുവന്ന് ഇവിടെ പകരമാക്കുക. അന്ന് പകല് തൗബ ചെയ്യുന്നു, അന്നത്തെ രാത്രി തന്നെ അല്ലാഹു തആല പകരം കൊടുക്കുന്നു. തൗബന്റെ കവാടം ഒരിക്കലും പിറകോട്ട് വെക്കണ്ട. റമളാനാകാൻ കാത്തിരിക്കണ്ട, വയസ്സാകാൻ കാത്തിരിക്കണ്ട, എല്ലൊക്കെ വേദനിക്കാൻ കാത്തിരിക്കണ്ട. പെട്ടെന്ന് ആയിക്കോട്ടെ. എന്നാൽ അത്രയും സുഖജീവിതം കിട്ടും ദുനിയാവിലും. തൗബന്റെ ഒരു മഹത്വം എങ്ങനെയാണ്? ആളുകൾ എങ്ങനെ കരുത തൗബ ചെയ്യാനൊക്കെ പ്രായാകണ്ടേ? അല്ലല്ല. തൂബൂ ഇലാ റബ്ബിക്കും, റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്യണം. യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ, തൗബ ചെയ്താൽ സുഖകരമായ ജീവിതം തരും. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ജീവിതമല്ല, ഇതിനേക്കാളും സുഖകരമായ ജീവിതം തരും. ഇലാ അജലിൻ മുസമ്മാ, മരണം വരെ സുഖജീവിതം തരും. സുഖജീവിതം എന്ന് പറയുമ്പോഴേക്ക് പണക്കൊടുപ്പ് ചിന്തിക്കരുത്. മനസ്സമാധാനത്തോടെ നല്ല നിലയ്ക്ക് ഇഖ്ലാസോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം അല്ലാഹു തരുക. അതിനേക്കാളും സുഖമുള്ളൊരു ജീവിതം വേറെയില്ല. ദുനിയാവിന്റെ മുസീബത്തിൽപ്പെട്ട് ദീന് തുലഞ്ഞു കളയാതെ, ദീന് വിൽപ്പന നടത്താതെ, ഇബാദത്ത് മോഷ്ടിക്കപ്പെടാതെ,
അതൊരു ഭാഗത്തേക്ക് വലിച്ചെറിയപ്പെടാതെ ദുനിയാവ് പരിഗണിക്കുന്നതോടൊപ്പം ദീന് നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ്, ആ ഒരു സംവിധാനം അല്ലാഹു തരുക, അത് ഏറ്റവും ഖൈറാണ്. ഇവര് കേണപേക്ഷിച്ചപ്പോൾ അല്ലാഹു രാത്രിക്ക് രാത്രി മാറ്റി. ഷാമിൽ നിന്നൊരു തോട്ടം പറിച്ചു കൊണ്ടുവരാൻ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചു. അങ്ങനെ അവർക്ക് അല്ലാഹു ഒരു തോട്ടം കൊടുത്തു. ആ തോട്ടത്തിന്റെ പേര് ഹയവാൻ എന്നാണ്. സദാ സജീവതയുള്ള തോട്ടം. ഫീഹാ ഇനബുൻ, അതിൽ മുന്തിരിയാണ് അല്ലാഹു പകരം കൊടുത്തത്. മുന്തിരി എത്രയാണെന്നറിയോ? അതിൽ നിന്ന് മുന്തിരിക്കൊലകൾ കഴുതപ്പുറത്തിങ്ങനെ കൊലകൊലകളാക്കി വീട്ടിലേക്ക് അവർ ചുമന്നുകൊണ്ടുവരികയാണ്. അബൂ ഖാലിദുൽ യമാനി എന്ന് പറയുന്ന മഹാൻ പറഞ്ഞിട്ടുണ്ട്, ആ തോട്ടത്തിൽ ഞാൻ കയറിയിട്ട് ഞാൻ ആ തോട്ടത്തിലെ മുന്തിരിക്കൊലകൾ കണ്ടിട്ടുണ്ട്. ഓരോ മുന്തിരിക്കൊലയും ഖർറജുലിൽ അസ്വദിൽ ഖായിം, നിൽക്കുന്ന ഒരു കറുത്ത മനുഷ്യനെ പോലെ തോന്നും. അത്ര വലിയ കൊലകളാണ് അല്ലാഹു തആല മുന്തിരിക്കൊലകൾ കൊടുത്തത്. തൗബന്റെ ഇഖ്ലാസാണത്. ചെയ്ത അമലിന്റെ ഇഖ്ലാസ് കൊണ്ട് അല്ലാഹു തആല കൊടുത്തത് പത്തരമാറ്റിന്റെ പവർ ഉള്ളതാണ്, കുറച്ചൊന്നല്ല. അള്ളാഹു നമുക്ക് ഇതിനേക്കാളും ഖൈർ തന്നാൽ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, നമ്മൾ അള്ളാഹുവിലേക്ക് അത്രയും താല്പര്യപ്പെട്ടാ ചോദിക്കുന്നത്, വെറുതെ ചോദിക്കല്ല. ബാപ്പ കൊടുത്തതുപോലെ നമ്മൾ കൊടുക്കും. അള്ളാഹു നമുക്ക് തന്നാ കൊടുക്കും. അള്ളാഹു കൊടുത്തതൊരു വർഷം കഴിഞ്ഞിട്ടില്ല എന്നാണോ ഇവര് തൗബ ചെയ്തത്? അന്ന് രാത്രി തന്നെ അള്ളാഹു പാടുമാറ്റി. അതുകൊണ്ട് നാളെ രാവിലെ മുതൽ എന്ന് പറഞ്ഞത് മറക്കരുത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നേരത്തെ ഉസ്താദ് പറഞ്ഞു മടക്കരുത്, ചേഞ്ച് വേണം. നിസ്കാരൊന്നും ഖളാക്കരുത്, ജീവിതത്തിൽ ചേഞ്ച് വരണം. ഖിയാമത്ത് നാളൊക്കെ അടുത്തടുത്തെടുത്ത് വന്നു. ഇനി എന്നാ മാറുക? ഇപ്പോഴും ഈ ലക്കിട്ട് ജീവിക്കരുത്, മാറണം. നമ്മള് മേലാലൊരു വക്തും ഖളാക്കില്ലാതെ ദൃഢനിശ്ചയം ചെയ്യണം. അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങണം. നമ്മൾ മാറുമ്പോഴല്ലേ അല്ലാഹു തആല മാറ്റുക. നമ്മൾ മൊത്തം കുത്തയിഞ്ഞാൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അല്ലാഹു തആല ഒരു സമൂഹത്തിലുള്ള സുഖം എടുത്തു മാറ്റൂല. അവർ സ്വന്തത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുന്നവർ അവർ മാറ്റിയ അല്ലാഹു മാറ്റും. അത് അല്ലാഹുവിന്റെ ഒരു തിയറിയാണ്. പ്രായം 60 സുബഹിക്ക് എണീക്കുന്നത് 7 മണിക്കാന്ന് പറഞ്ഞാൽ വലിയ ഗൗരവം തന്നെ. സംഗതി വലിയ വിഷയം തന്നെയാണ്. ആരും അറിയാതെ പോകുന്നു എന്ന് കരുതണ്ട. ഒക്കെ കണക്കനുസരിച്ച് അള്ളാഹുവിന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് മാറണം. തീർത്തും നമ്മൾ മാറണം. അള്ളാഹു നമ്മെ മാറ്റി തെരുമാറാകട്ടെ. നമ്മൾ തീർത്തും മാറേണ്ടതുണ്ട്. നമ്മൾ മാറിയാൽ മാറിയതിനനുസരിച്ചുള്ള അനുഭവം കിട്ടും. ഇവര് മാറ്റിയത് കണ്ട നിങ്ങൾ, അന്നത്തെ പകലിൽ ആ തോട്ടത്തിൽ വെച്ച്, കരിഞ്ഞുണങ്ങിയ തോട്ടത്തിൽ വെച്ച് ഒരു ചെറിയൊരു മുന്തിരി പോലും, ഒരു കായ പോലും പറിക്കാൻ കഴിയാതെ വല്ലാതെ വിഷമിച്ച അല്ലാഹുവിലേക്ക് മനസ്സും ശരീരവും തിരിച്ച്, അസാ റബ്ബുനാ അയ്യുബ്ദിലനാ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ല തോട്ടം അല്ലാഹു നമുക്ക് പകരം തന്നേക്കും. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, നമ്മൾ അല്ലാഹുവിലേക്ക് അത്രയും താല്പര്യമുള്ളവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹത്തോടെ മനസ്സങ്ങ് തിരിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്തു, നന്നായി പകരം കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറയുന്നു, കദാലിക്കൽ അദാബ്, ഇപ്രകാരമാണ് ശിക്ഷയെന്ന് മനസ്സിലാക്കണം. ശിക്ഷ ഇപ്രകാരമാണ്. അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് കണ്ടോ? നിയ്യത്ത് ചെയ്യുമ്പോഴേക്ക് ശിക്ഷ വന്നുപോയി, ദുഷ്കർമ്മം ചിന്തിക്കുമ്പോഴേക്ക് ശിക്ഷ വന്നുപോയി. വലഅദാബുൽ ആഖിറത്തി അക്ബർ, ഇവിടെ ഇങ്ങനെയാണ് ശിക്ഷയെങ്കിൽ ആഖിറത്തിന്റെ ശിക്ഷ ഇതിനേക്കാളും വലുതാണ്. ലൗ കാനൂ യഅലമൂൻ, ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇത് മക്കക്കാർക്ക് അല്ലാഹു തആല ഒരു ഉദാഹരണം പഠിപ്പിച്ചു കൊടുത്തതാണ്. നടന്ന സംഭവമാണ്, നടന്നൊരു ചരിത്രം പറഞ്ഞു കൊടുത്തതാണ്. മക്കക്കാർക്കും അല്ലാഹു പരീക്ഷണം കൊടുത്തു, പട്ടിണി കൊടുത്തു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവ്വദൃഷ്ടാന്തങ്ങളും കണ്ട് വിശ്വസിക്കാതിരുന്നപ്പോ ഈ കഥയിൽ നിന്ന് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. ഒന്നാമതായിട്ട് സമ്പത്തും സന്താനങ്ങളൊക്കെ കൊടുത്തു. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, അൻകാന ദാമാലിം വബനീൻ, നിറഞ്ഞ സമ്പത്തും സന്താനങ്ങളൊക്കെ ഉണ്ടായിട്ട് അള്ളാഹുവിനെ അവിശ്വസിച്ച് നടന്നില്ലേ? അള്ളാഹു അത് കൊടുത്തത് ലിൽ ഇബ്തിലായി, പരീക്ഷണത്തിനാണ്. സമ്പത്ത് തന്നത് നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ് തോന്നരുത്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, ഖുർആനിൽ 1-ലധികം സ്ഥലങ്ങളിൽ അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞ വിഷയമാണ്. നിങ്ങളെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണത്തിന് തന്നതാണ്. ജയിച്ചു കയറാൻ നോക്കണം.
സമ്മതിച്ചിട്ടാണ് എന്ന് കരുതരുത്. ഇഷ്ടം പോലെ തന്നത് അള്ളാഹു എന്നെ സ്വീകരിച്ചിട്ടാണ് എന്ന് കരുതരുത്. ഒരാളും ചോദിച്ച അത്രയും അതിനേക്കാളും അപ്പുറം മക്കളെ തന്നതും എന്നെ അള്ളാഹു കബൂലാക്കിയിട്ടാണ് എന്ന് കരുതരുത്. ഒരു പരീക്ഷണ വസ്തുവാണ് രണ്ടും. ജയിച്ചു കയറണം, പരീക്ഷണത്തിൽ നിന്ന് വിജയം നേടണം. മക്കളിൽ ഉള്ള ഏറ്റവും വലിയ പരീക്ഷണം എന്താ? അവർ ഈമാൻ തെറ്റിപ്പോകുക, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുന്നത്തിൽ നിന്ന് മാറി ബിദ്അത്തിലേക്ക് പോകുക, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മക്കളെ കൊണ്ട് നല്ല സുഖം കിട്ടി, പേരമക്കളെ കൊണ്ട് നിറഞ്ഞ ഈമാൻ കിട്ടി, വലിയ ഖൈർ കിട്ടിയ മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മക്കൾ, പേരക്കുട്ടികൾ, 4 തലമുറ സ്വഹാബിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബി, ബാപ്പയും സ്വഹാബി, മകനും സ്വഹാബി, പേരക്കുട്ടിയും സ്വഹാബി. എന്തൊരു സന്തോഷം! നിങ്ങൾ നോക്ക്, ചെറിയ ഭാഗ്യാണത്. അതൊക്കെയാണ് ജീവിതത്തിലെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. മക്കൾ 10 ഉണ്ട്, ഒന്നും കുരുത്തം പിടിച്ചതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനതൊക്കെ? ആ സ്ഥാനത്ത് ഒന്ന് പോരെ നല്ലത്. മക്കൾ 10 ഉണ്ട്, ഒരാൾ അങ്ങനെ, മറ്റാൾ ഇങ്ങനെ. ആ വസ്ത്രം നമ്മുടെ പറയാക്കാൻ നല്ലത്. പിന്നെന്തിനത്? സമ്പത്തൊക്കെ ഉണ്ട്, അത് കുറെ അവിടുന്ന് വലിച്ചത്, കുറെ ഇവിടുന്ന് പിശിക്കത്, കുറെ മറ്റൊന്ന് കട്ടത്. എന്തിനത്? പരീക്ഷണ വസ്തുവാണ്. നല്ല പരീക്ഷണം അല്ലാഹു സമ്പത്തിൽ തരും. കരുതലോടെ നടക്കണം. വലീദിനല്ല സമ്പത്ത് കൊടുത്തു, ഇഷ്ടം പോലെ കൊടുത്തു. പരീക്ഷണത്തിനായിരുന്നു. അവരത് തീർത്തും ചെലവാക്കിയത് കുഫറിലേക്കാണ്. അള്ളാഹു അവരെ നശിപ്പിച്ചു. മക്കക്കാർക്ക് അള്ളാഹു പട്ടിണി കൊടുത്തു. ഇഷ്ടം പോലെ സ്വത്തുണ്ടായില്ലേ, ഭക്ഷണം കഴിക്കാനുള്ള അന്നം കിട്ടാതെയായി. അവരൊക്കെ വല്ലാതെ ഖേദപേക്ഷ നടത്താൻ തുടങ്ങി. വർഷങ്ങളോളം, 7 വർഷത്തോളം അവർക്ക് വരൾച്ച വന്നുപോയി. കൃഷിയിടങ്ങളിലൊക്കെ നാശം സംഭവിച്ചുപോയി. കാരണം കുഫറിൽ നിന്ന്, തെറ്റിൽ നിന്ന് മാറാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ ഒന്ന്, അള്ളാഹു പഠിപ്പിക്കുന്ന പാഠം, ഈ തോട്ടക്കാർക്ക് അള്ളാഹു തആല തോട്ടം കൊടുത്തത് തോട്ടം കൊണ്ട് ജീവിതത്തിന് ഉപകാരം ചെയ്യാനും ഫക്കീർ മിസ്കീന്മാർക്ക് വേണ്ടത് കൊടുക്കാനുമാണ്. ആ തീരുമാനം അവർ മാറ്റിയപ്പോ തോട്ടം അള്ളാഹു മാറ്റിമറിച്ചു. ഇതുപോലെയാണ് മക്കക്കാര് അവർ ബദറിലേക്ക് പുറപ്പെട്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും കൊന്നുവരാനാണ്. അങ്ങനെയാണ് അവർ ബദറിലേക്ക് തിരിച്ചത്. കാരണം ബദറിൽ എത്തുന്നതിന്റെ മുമ്പ് അബൂജഹലിനോട് പറഞ്ഞു, കച്ചവട സംഘം മക്കയിലെത്തിയിട്ടുണ്ട്, ഇനി ബദറിലേക്ക് പോകണ്ട. ശൈത്താൻ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയാൽ പരാജയമാണ്, ബദറിലേക്ക് വരെ ഒന്ന് പോകണം, പോയിട്ട് നിങ്ങളെ ശക്തിയൊന്ന് തെളിയിക്കണം, നിങ്ങളോട് എതിർക്കാൻ പറ്റുന്നവരില്ല. എന്നിട്ട് അവരെ ഉന്മൂലനം ചെയ്തു. എല്ലാവർക്കും ഇടയിൽ വിജയം വരിച്ച് തിരിച്ചു വരണം. ഈ അഹന്തയോടുകൂടെ അവർ പോയപ്പോ മക്കയിലേക്ക് അവർ തിരിച്ചു വന്നു. മക്കയിലേക്ക് മടങ്ങി വന്നിട്ട് അവർക്ക് മക്കയിൽ വന്ന് നോക്കുമ്പോ ശരിക്കൊരു നിലനിൽപ്പില്ല. അതേ, അവർ കഅബ തവാഫ് ചെയ്തു, അവർ കള്ളു കുടിച്ചു, മോന്തിക്കുടിച്ചു. അല്ലാഹു തആല അവരെ ധാരണ തിരുത്തി. അവര് മുഴുവനും അവർ തവാഫ് ചെയ്തിട്ടൊക്കെ ബദറിലേക്ക് ഇങ്ങനെ പുറപ്പെടാണ്. തിരിച്ചു വന്നിട്ട് നല്ല സുഖത്തോടെ കഴിയണമെന്നായിരുന്നു ചിന്ത. പക്ഷേ നേതാക്കളെ മുഴുവനും ബദറിൽ അല്ലാഹു കഥ കഴിച്ചു. ഈ തോട്ടക്കാർക്ക് അല്ലാഹു തോട്ടം മുടക്കിയതുപോലെ ആ ഗീർവാണം മുഴക്കി അഹന്ത പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയ അബൂജഹലിനും കൂട്ടർക്കും വല്ലാത്ത അധപ്പതനമാണ് അല്ലാഹു കൊടുത്തത്. ചെറുതൊന്നുമല്ല. തിരിച്ചു വന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഇത് തോട്ടക്കാർക്ക് ഉദാഹരണമാക്കിയിട്ട് അല്ലാഹു തആല മക്കക്കാർക്ക് ഒരു പാഠം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നന്നായി മനസ്സിലാക്കണം, ചിന്തിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിയ്യത്തുകളെ നന്നാക്കണം. സമ്പത്ത് ഒരു പരീക്ഷണ വസ്തുവാണ്. എങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാനാണ് അല്ലാഹു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമുക്ക് ഓരോരുത്തർക്കും സമ്പത്ത് തന്നത് എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നോക്കാനാണ്. സമ്പത്ത് അല്ലാഹു തന്നത് നല്ല രൂപത്തിലാണോ? ബൂരിക്കലഹു ഫീഹി, അതിലവന് ബറക്കത്ത് ചെയ്യപ്പെടും. നല്ല രൂപത്തിലല്ലേ? ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ കാനകല്ലദീ യഅകുലു വലാ യശ്ബഅ, സമ്പത്ത് നല്ല രൂപത്തിൽ സമ്പാദിച്ചതുമല്ല, നല്ല രൂപത്തിൽ വിനിയോഗിക്കുന്നതുമല്ല. 2 ലെവലും. എന്നാൽ അവനെപ്പറ്റി നബി തങ്ങൾ പറഞ്ഞത്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ അവന് പള്ള നിറയുന്നില്ല. വയകൂനു ഷഹീദൻ അലൈഹി യൗമൽ ഖിയാമ, ഈ സമ്പത്ത് അവന് പ്രതികൂല സാക്ഷിയാകും. അനുകൂലല്ല, പ്രതികൂല സാക്ഷിയാകും. അതുകൊണ്ട് നമ്മളതിൽ തോൽക്കേണ്ടവരല്ല, പരാജയപ്പെടേണ്ടവരല്ല.
നന്നായി മുന്നോട്ട് നീങ്ങേണ്ടവരാണ്. ഈ ഒരു ചരിത്രം സൂറത്തുൽ ഖലം പഠിപ്പിച്ചതിൽ നിന്ന് കുറഞ്ഞ വസ്തുതകൾ മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. സമയം